മാസങ്ങളേറെയായി നമ്മൾ എല്ലാ തരത്തിലുള്ള രോഗങ്ങളുടെയും ബന്ധനങ്ങളുടെയും മൂല കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നാമത്തെ മാസമാണ്. എല്ലാ തരത്തിലുള്ള രോഗങ്ങളുടെയും ബന്ധനങ്ങളുടെയും മൂല കാരണം. ഇന്ന് അനേക വിശ്വാസികളാണെങ്കിലും പല വ്യത്യസ്തമായ രീതികളിലും ബന്ധിക്കപ്പെട്ട് രോഗത്തിനടിമയായി ജീവിക്കുന്നവരാ നല്ലൊരു ശതമാനം വിശ്വാസങ്ങളും അനേക സഭകളിലും. എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മൾ എല്ലാ കണ്ണുകളും അടച്ചിട്ട് കർത്താവിനോട് പറയാം, ഇന്ന് പകൽക്കാലം നിന്റെ മാധുര്യമേറിയ സ്വരം കേൾക്കുവാൻ ഞങ്ങളെ സകലവിധ രോഗങ്ങളിൽ നിന്നും സകലവിധമായ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾ വിടുവിച്ച് നിന്റെ ഹിതം ചെയ്യുന്ന മക്കളാക്കി തീർക്കുവാൻ ഇന്ന് പകലും നിന്റെ മാറ്റമില്ലാത്ത വാക്കുകൾ ഞങ്ങളുടെ ഹൃദയ പലകയിൽ വന്ന് എഴുതുവാൻ തക്കവണ്ണം നീ ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണം. ഞങ്ങളുടെ അറിവില്ലായ്മയും ഞങ്ങളുടെ പാപ സ്വഭാവത്തിലേക്ക് പലപ്പോഴും ഞങ്ങളെല്ലാം ബന്ധിക്കപ്പെട്ട് രോഗത്തിനടിമയായി ബലഹീനന്മാരായി രോഗികളായി അനേകർ പ്രിമച്വർ ഡെത്ത് സംഭവിച്ച് നേരത്തെയുള്ള മരണം സംഭവിച്ച് അനേകർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. കർത്താവ്, ഞങ്ങളുടെ ഈ ജീവിതം എത്രയും മാത്രം വിലയേറിയതാണെന്ന് ഞങ്ങൾ അറിയുകയാണ്. ഏത് മനുഷ്യനും ഭൂമിയിൽ അവൻ ക്ഷണിക്കുന്നത് അവനേറെ പ്രാധാന്യമുള്ളൊരു ജീവിതമാണത്. ഈ ആയുസ്സിൽ അവൻ അവൻ്റെ പിതാവിനെ അല്ലെങ്കിൽ അവൻ്റെ നിത്യമായ വാസസ്ഥലം അവൻ തിരഞ്ഞെടുക്കുകയാണ്. ഭൂമിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് സ്വർഗത്തു നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കുകയാണ്. ഒരു മനുഷ്യൻ അവൻ്റെ യഥാർത്ഥ ജീവിതം കഴിക്കേണ്ടത് എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ ഒരു അന്യ പരദേശികളെപ്പോലെ യഥാർത്ഥമായ ദൈവത്തിൻ്റെ മനസ്സന്വേഷിച്ചുകൊണ്ട് ഒരു പരദേശിയെപ്പോലെ അവൻ ഈ ജീവൻ തീർക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവനോട് പ്രകർത്താവെ നീ സംസാരിക്കണമേ. ഞങ്ങൾ അമ്മയുടെ ഉദരത്തിൽ പാപത്തിൽ ഉരുവായ മക്കളാണ് ഞങ്ങൾ എല്ലാവരും. കർത്താവെ, പലപ്പോഴും അറിഞ്ഞും അറിയാതെ ഞങ്ങളുടെ ജീവിതമെല്ലാം ഒട്ടനവധി ചേറ്റിൽ കൂടെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ കാലുകൾ അഴുക്കുകളായിട്ടുണ്ട്. കർത്താവെ, ഇന്ന് പകൽക്കാലവും ഞങ്ങൾ അവിടുത്തെ ഹിതമറിയുവാൻ അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഒക്കെയായിട്ട് കടന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ഞങ്ങളുടെ സ്വർഗ്ഗത്തെ നല്ല പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങൾ അങ്ങിൽ മാത്രം ആശ വെക്കുകയാണ്. അവിടുന്ന് ഞങ്ങളോട് സഹായിക്കണം, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ നടുവിലുണ്ടെന്ന് പറഞ്ഞ കർത്താവ്, ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തിൽ തന്നെയാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. അവിടുത്തെ ഹിതമറിയും ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾക്കൊരു ഡെലിവറൻസ് ലഭിക്കുവാൻ, ഒരു പരിപൂർണമായ വിടുതൽ ലഭിക്കുവാൻ, കർത്താവ് ലോകം മുഴുവൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഹീലിംഗ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ, ഒരു വിടുതൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ സത്യം അറിയുമ്പോൾ സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കി വെക്കുന്നു. ഞങ്ങൾ മുഴുവനുമായി ഞങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുകയാണ്. കർത്താവ്, നിന്റെ വാക്ക് എന്ത് പറയുന്നുവോ അതിന് ഞങ്ങൾ മറുത്തൊരു ചോദ്യം ചോദിക്കാതെ ആമിനെന്നല്ലാതെ മറ്റൊന്നും പറയാതെ നിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അതിന് വിപരീതമായി പൊങ്ങി വരുന്ന എല്ലാ ആകുല ചിന്തകളും, എല്ലാവിധമായ പിശാചിന തന്ത്രങ്ങളും, എല്ലാവിധമായി ഇരുളുടെ പ്രവൃത്തികളും നസ്രായ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ഇന്ന് ഈ നിമിഷം മുതൽ സകല ജനത്തെയും നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ഞാൻ സ്വർഗത്തോട് യാചിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ആവശ്യം ഒരു പരിപൂർണമായ വിടുതലാണ് കർത്താവേ. ഇന്ന് പകൽക്കാലം സത്യം ഞങ്ങൾ ഗ്രഹിച്ചറിയുമ്പോൾ ഞങ്ങളുടെ അകത്ത്, ഞങ്ങളുടെ ആത്മാവിൽ മാത്രമല്ല ഞങ്ങളുടെ ദേഹിയിലും ഞങ്ങളുടെ ശരീരത്തിലും അതിൻ്റെ പ്രവൃത്തികൾ കാണുവാൻ, ആ സത്യത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ട് വരേണ്ടതിന് അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വന്നവരെല്ലാവരും കർത്താവ് ഏൽപ്പിക്കുന്ന ഹൃദയങ്ങളെല്ലാം ശാന്തമായി തീരുവാൻ, ജോലി ഭാരങ്ങളൊക്കെ മാറ്റിവെച്ച് എല്ലാ ആകുല ചിന്തകളൊക്കെ മാറ്റിവെച്ച് അല്പസമയം അങ്ങോട്ട് ചേർന്ന് ഇന്നത്തെ ദിവസം മുഴുവൻ കഴിപ്പാൻ സ്വർഗം ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരു വട്ടം കൂടി അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ മാസങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള രോഗങ്ങളുടെയും ബന്ധനങ്ങളുടെയും മൂലകാരണം. എത്ര ഓർമ്മയുണ്ട്? ഒരു മാസവും ഇല്ലേ, പിന്നെ എങ്ങനെ ഓർക്കണം അല്ലേ? അതാണ് ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ ഒരു 6 മാസം നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് കേൾക്കുന്ന വചനം 6 മാസമെങ്കിൽ കേട്ട ഓരോ വചനം വീട്ടിൽ പോയി ധ്യാനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ള മക്കളായി തീരും. പൗലോസിന്റെ ഉപദേശം പഠിച്ചാൽ
6 മാസത്തേക്ക് ഒരേ സ്ഥലത്ത് പോയി വചനം പഠിപ്പിച്ചാൽ അവർക്ക് 6 മാസം കഴിഞ്ഞ് അവർക്ക് വിശ്വാസത്തിന്റെ വീരന്മാരായി മാറുകയാണ്. പക്ഷെ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നേരം വെളുക്കുമ്പോൾ വേണ്ട വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ മറന്നു പോകുന്നു. കാരണം നമ്മുടെ അകത്ത് മുഴുവനും മുള്ളുകളാണ്, ഇഹലോക ചിന്തകളും ജഡത്തിന്റെ മോഹങ്ങളും ചിന്തകളുമായതുകൊണ്ട് ഒരു വചനം വീണാൽ പോലും അതിന് ഫലം കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അല്ലേ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? ഒരു 6 മാസം പോലും വേണമെന്ന വേദോസം അപ്പോസ്തലർ പ്രത്യേകം പഠിച്ചാൽ അവിടെ 6 മാസം പോലും വേണ്ട. അവർക്ക് കേൾക്കുന്ന വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രമിച്ച് ധ്യാനിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പാടായിത്തീരുന്നുവെങ്കിൽ തീർച്ചയായും വലിയ സൗഖ്യം നിങ്ങൾ അനുഭവിക്കും. ഇത് വെറും വാക്കല്ല, വേദപുസ്തകത്തിലെ വാക്കാത്, എൻ്റെ വാക്കല്ലത്. പക്ഷേ നമ്മൾ ഇവിടെ വിട്ടാൽ നമ്മുടെ വേറെ എന്തൊക്കെയോ ചിന്തകൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, പോയാൽ നമുക്ക് നമ്മുടെ സമയം മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് മുതലെങ്കിലും കേൾക്കുന്നത് വചനങ്ങൾ എഴുതി വെച്ച് വീട്ടിൽ പോയി ധ്യാനിക്കാൻ നോക്കിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടായിരിക്കും. നമ്മുടെ സമ്പാദ്യമാണത്. ബാക്കി ഏതും, നമ്മൾ കഴിച്ച ഭക്ഷണവും നമ്മൾ വീട്ടിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന സമ്പത്തും ഒക്കെ പുഴുവരിച്ചു പോകും. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വചനമുണ്ടല്ലോ, അതൊരു നാളും മോഷ്ടിച്ചു കൊണ്ടുപോകത്തില്ല. ഹല്ലേലൂയ. അതിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും, അതിന് നിങ്ങൾ ഈ സ്വർഗീയന്മാരാക്കി മാറ്റാൻ കഴിയും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം താന്നും മുങ്ങി ഗ്രാഫ് പോലെ താന്നിരിക്കും നമ്മുടെ ജീവിതം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള രോഗങ്ങളുടെയും ബന്ധനങ്ങളുടെയും മൂല കാരണത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു, ദൈവത്തിൽ നിന്നുള്ള വേർപാട് നിമിത്തം അനേക വിശ്വാസികളും തകർന്ന് ഉടഞ്ച് ബന്ധിക്കപ്പെട്ട്, പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട്, ചതിക്കപ്പെട്ട്, ബന്ധിക്കപ്പെട്ട് തുടർന്ന് ശാരീരികമായ രോഗത്തിലായിരിക്കുന്നുവെന്ന് കഴിഞ്ഞ മുമ്പത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം ഒന്നാമത്തെ കൽപ്പനയാ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയും കൂടി ദൈവത്തെ സ്നേഹിക്കുക. ഒന്നാമത്തെ കൽപ്പനയാ. ഈ കൽപ്പനക്ക് മാറ്റം വന്ന് സംഭവിച്ചാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്നാമത്തെ കൽപ്പനക്ക് പോലും മാറ്റം സംഭവിച്ചാൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. മൂന്നാമത് പഠിച്ചത് ഒന്നാമത് ദൈവത്തിൽ നിന്നുള്ള വേർപാട്, രണ്ടാമത് മറ്റുള്ളവരിൽ നിന്നുള്ള വേർപാടാണ്. കാരണം ദൈവം അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു വെക്കോട്ടെ, 3-4 കാര്യങ്ങളാണ് ദൈവം നമ്മളെ സൗഖ്യമാക്കാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. 1 അവന്റെ വചനത്താൽ, 2 അവന്റെ പരിശുദ്ധാത്മാവിനാൽ, 3 ദൈവം നമ്മളെ ബാലശിക്ഷയിലൂടെ കഴിക്കുന്നുണ്ട്. ഒരാഴമായ ക്ലാസ് ഉണ്ട് ബാലശിക്ഷ എന്താണെന്നുള്ളത്. പിന്നീട് വരുന്ന ആളുകൾ നമുക്ക് പഠിക്കും എന്താണ് ബാലശിക്ഷ എന്നത്. ഒരാഴമായ ക്ലാസ്സാണ്. 4 ബന്ധങ്ങളിലൂടെ ദൈവം നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മകൾ അല്ലേ, വ്യത്യസ്തമായ ലോകത്തിൽ ജീവിച്ച്, വ്യത്യസ്ത മതസ്ഥരായി ജീവിച്ച്, വ്യത്യസ്ത കൾച്ചറിൽ ജീവിച്ച്, വ്യത്യസ്ത സ്വഭാവമുള്ള അപ്പനിൽ ജനിച്ചു വളർന്ന നമ്മളെല്ലാം ഒരു കുടക്കീഴിൽ വന്നിരിക്കുന്നവരാണ്. ഒരു തമ്മിൽ ഒരു ബന്ധവുമില്ല. സഭയെക്കുറിച്ച് പഠിക്കാൻ കർത്താവ് അനുവദിച്ചാൽ പഠിക്കുമ്പോൾ ഇതെന്ത് സ്ഥാനമാ ഈ കാണുന്നത്? നിങ്ങൾ എന്നെ കാണുന്നത് എന്ത് സ്ഥാനമാ? പേടിക്കണം, ഉടക്ക ചോദ്യം ഒന്നുമില്ല. ഇതെന്ത് സ്ഥാനം? ഇതെന്താ? ശരീരം. നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ശരീരമാണ്, പക്ഷെ ശരീരമല്ലത്. ലോകം പറയും, സയൻസ് പറയും ഇത് ശരീരമാണെന്ന്, പക്ഷേ ഇത് ശരീരമല്ല. വ്യത്യസ്തമായ, ഒന്നിനോടൊന്നും യാതൊരു താരതമ്യവുമില്ലാത്ത, ഒന്നിനോടൊന്നും ഒരു ചേർച്ചയുമില്ലാത്ത വ്യത്യസ്തങ്ങളായ അവയവങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്ന ഒരു സാധനം മാത്രമാണിത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടെങ്കിൽ സഭയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന നല്ല മനോഹരമായ പഠനമാണത്. ശരീരമാകുന്ന സഭയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ, തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത 2 കണ്ണുകൾ തമ്മിൽ നോക്കുമ്പോൾ ഒന്നായി തോന്നും, പക്ഷെ ഒരുപാട് വ്യത്യാസം അതിൻ്റെ ഉള്ളറകളിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾ, ഈ കണ്ണും ഈ കൈയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഈ കണ്ണിന് ഷേപ്പല്ല ഈ ചെവിക്കുള്ളത്. 2 ജോലികൾ വ്യത്യാസം. ഞാൻ പറഞ്ഞില്ലേ, വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന്, വ്യത്യസ്ത കൾച്ചറുകളിൽ ജനിച്ചു വളർന്ന്, വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള അപ്പനമ്മമാർക്ക് ജനിച്ചു വളർന്ന് നമ്മളേക്ക് ഒരു കിടക്കീഴിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക കർത്താവ്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? നമ്മൾ തമ്മിൽ ഒരിക്കലും യോജിക്കത്തില്ല. നിങ്ങൾ യോജിക്കാന്ന് വിചാരിച്ച് നടക്കത്തില്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞേക്കാം. നമ്മൾ തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. പക്ഷെ യോജിക്കുന്ന ഒന്ന് എൻ്റെയും നിങ്ങളുടെ അകത്തുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചും ഇന്ന് സമയം കിട്ടിയെന്ന് ചിന്തിക്കും. അവന്റെ പരിശുദ്ധാത്മാവിനാൽ തമ്മിൽ ബന്ധിച്ചിരിക്കുക. മനസ്സിലാവണ്ടേ പറഞ്ഞു വരുന്നത്? അതുകൊണ്ട് ബന്ധങ്ങളിൽ ഇടർച്ച വരുമെന്നത് 100% ഉറപ്പാണ്. അങ്ങനെ ഇല്ലെങ്കിൽ ഓർത്താൽ മതി, ഒന്നില്ലെങ്കിൽ നമ്മൾ ലോകക്കാർ തന്നെയാണ്. നമ്മൾ ഇന്നും ദൈവത്തിന്റെ മക്കളായില്ല.
ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ഒരിക്കലും തമ്മിൽ ചേർച്ചുണ്ടാവത്തില്ല. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ദൈവം നമ്മളെ ബന്ധങ്ങളിലൂടെ വെച്ചിരിക്കുന്നത് തമ്മിൽ പണയാൻ വേണ്ടി തന്നെയാണ്. ആണല്ലോ. ഞാൻ പറയും, എൻ്റെ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ അടുക്കൽ വന്ന് പാസ്റ്റർ സൂപ്പർ വചനം കൊള്ളാമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും ചേർച്ചയുണ്ടാവത്തില്ല. നല്ലവണ്ണം എനിക്കറിയാം ഇതെന്റെ വാക്കല്ല, യേശുവിന്റെ വാക്കാ. യേശുവിന്റെ അടുക്കൽ എല്ലാവരും വന്ന് പറഞ്ഞു, യേശുവേ അല്ലെ പാസ്റ്ററെ സൂപ്പർ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് വലിയ ഭർത്താവ് പറഞ്ഞു, അവനിൽ എന്തുണ്ടെന്ന് എനിക്ക് അറിയാം. മനുഷ്യരിൽ എന്തുണ്ടെന്ന് കർത്താവിന് നല്ലവണ്ണം അറിയാം. ഒരിക്കലും തമ്മിൽ ചേരില്ല സഹോദരങ്ങളെ. പക്ഷെ ചേരാൻ കഴിയുന്ന നമ്മളിനകത്ത് ഒരേപോലെ പാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. സമയം കിട്ടിയാൽ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പറയില്ലെങ്കിൽ അടുത്ത മാസം അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ വചനത്താൽ ദൈവം നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ വീട്ടിൽ പോയി ധ്യാനിച്ച് പഠിച്ച്, ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ ഈ പൊട്ട ബോക്സിനകത്ത് നിങ്ങൾക്ക് എല്ലാ വചനങ്ങളും സ്റ്റോർ ചെയ്യാമെന്ന്. നിങ്ങൾ ചുമ്മാ പൊട്ടത്തരങ്ങളാണ്. പക്ഷേ നമ്മളെ ചതിക്കുകയാണ്. ഇതിനകത്ത് ഒരു വചനം പോലും സ്റ്റോർ ചെയ്യാൻ കഴിയത്തില്ല നിങ്ങൾക്ക്. ഇവിടെ നിറങ്ങിയാൽ കേട്ട വചനം 100 100 മറന്നിരിക്കും. അതുകൊണ്ട് പറ്റുമെങ്കിൽ എഴുതി വെക്ക്. പേനയൊക്കെ പെൻസിലൊക്കെ ഇല്ലെങ്കിൽ രാജുവിനോട് പറഞ്ഞാൽ പേപ്പറും പേനയൊക്കെ തരും. നമുക്കിവിടെ എഴുതി വെച്ച് വീട്ടിൽ പോയി ധ്യാനിച്ച് അതിനകത്തു നിന്ന് ആ വെളിപ്പാടാക്കി മാറിയാൽ മാത്രമേ ആ വചനത്തിനെ കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ. ഇല്ലെങ്കിൽ വചനം കൊണ്ട് യാതൊരു ഗുണവുമില്ല. അപ്പോൾ വചനത്താൽ മാത്രമല്ല, അവരുടെ ആത്മാവിനാൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. ബാലശിക്ഷയിലൂടെ ദൈവം ശുദ്ധീകരിക്കുന്നു. 3-4 ബന്ധങ്ങളുടെ ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത് ഈ എല്ലാ തരത്തിലുള്ള രോഗങ്ങളുടെയും ബന്ധനങ്ങളുടെയും മൂലകാരണങ്ങളിൽ 4 കാരണങ്ങളിൽ ഒന്ന് ദൈവത്തിനുള്ള വേർപാടാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ഒന്നാമത്തെ കൽപ്പന ലംഘിച്ച് ജീവിക്കുന്നവരാ നല്ലൊരു ശതമാനം വിശ്വാസികളും. കാരണം ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, അല്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അതിൽ കുറഞ്ഞൊരു സ്നേഹവും കർത്താവിന് വേണ്ട. സൺഡേ മാത്രം വരുന്ന ഒരു സ്നേഹവും കർത്താവിന് വേണ്ട. എനിക്ക് പറഞ്ഞർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഒരു സൺഡേ മാത്രം വിശ്വാസിയാകുന്ന സ്നേഹം കർത്താവിന് വേണ്ട. പിന്നെ ന്യൂ ലൈഫിന് വേണം. സൺഡേ മാത്രം വരുന്ന വിശ്വാസി 1-ാം തീയതിയാകും ദശാംശം ഞങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ കർത്താവിനത് വേണ്ട. കർത്താവിന് അവനാവശ്യം ഈ പറഞ്ഞ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കുന്ന സ്നേഹം. അതിൽ കുറഞ്ഞൊരു സ്നേഹവും കർത്താവ് സ്വീകരിക്കുന്നതല്ല. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ മാറ്റിവെച്ചേക്കുക. കർത്താവിന് ആവശ്യം എന്നേക്കാൾ. അതുകൊണ്ട് എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ലൂക്കോസ് 9:27 പറയുന്നു, എന്നെ അനുഗമിക്കാൻ 23 അല്ലേ, തന്നെത്താൻ തിരിച്ച് എനിക്ക് പോലും എനിക്ക് എന്നെ പോലും സ്നേഹിക്കാൻ എനിക്ക് അവകാശമില്ല. പിന്നെയാണ് വേറെ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് എവിടെയെങ്കിലും ചെറിയൊരു ഇടർച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മടങ്ങി വന്നില്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന നമ്മുടെ അന്യഭാഷയും ആട്ടവും കൂത്തും പാട്ടൊക്കെ ഒരു ദിവസം എല്ലാം അസ്തമിക്കും. അങ്ങനെ കരിക്കട്ടകളായി ജീവിക്കുന്ന എത്രയോ വിശ്വാസികളെ എനിക്കറിയാമെന്നറിയാമോ? എത്രയോ വിശ്വാസികൾ. 2, മറ്റുള്ളവരിൽ നിന്നുള്ള വേർപാട് നിമിത്തം നാം 1 രോഗികളായിത്തീരുന്നു. 2 നാം ആദ്യം ബന്ധിക്കപ്പെടുന്നു. ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ ബന്ധിക്കപ്പെടുന്നു, തുടർന്ന് രോഗികളായിത്തീരുന്നു. അനേകർ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താ? മറ്റുള്ളവരിൽ നിന്നുള്ള വേർപാട്. നമ്മൾ 1-ാമത്തെ കൽപ്പന നമ്മൾ പഠിച്ചതാ. നമ്മൾ അതിനു മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യം കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കണ്ടത് കഴിഞ്ഞ മാസം കണ്ടത് എഫേസ്യ 4-ാം അധ്യായത്തിലേക്ക് അല്ലേ. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണമൊക്കെ ദുർഗുണങ്ങളുമായ സകലം നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകുവാൻ. നമ്മുടെ ജീവിതത്തിൽ ആ കയ്പ് വെച്ചുകൊണ്ടിരിക്കുവാൻ നമുക്ക് യാതൊരു അനുവാദവുമില്ല. ഞാൻ ഒരു മർമ്മം ഒറ്റവാക്കി പറഞ്ഞു വിട്ടേക്കട്ടെ. നിങ്ങൾക്കൊരു വിശുദ്ധ ജീവിതം ആവശ്യമാണോ? നിങ്ങൾക്ക് ദൈവത്തിന് പ്രയോജനമുള്ള പാത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആരുമില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകാം. വെറുതെ തൊണ്ട കീറി കിടന്നിട്ട് ഞാൻ പറയല ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കൊരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? പാപം ചെയ്യാതെ എൻ്റെ കർത്താവ് പരിശുദ്ധനായിരിക്കുന്ന പോലെ അവൻ്റെ കൂടെ വിശുദ്ധിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ആയുസ് മുഴുവനും അവന് വേണ്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലോ എങ്കിൽ നിങ്ങൾ ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ട കാരണമുണ്ട്. നിങ്ങൾക്ക് ആരോടും കയ്പില്ലാത്തൊരു ജീവിതം ആവശ്യമാണ്. ഈ ഒരു മർമ്മം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാലുണ്ടല്ലോ, ക്രിസ്ത്യ ജീവിതത്തിന് 90% നിങ്ങൾ വിജയിച്ചിരിക്കുക. ഈ ഒറ്റ കാര്യം. കാരണം 1-ാമത്തെ കൽപ്പനയും 2-ാമത്തെ കൽപ്പനയും തുല്യമാണ്. ഒരേ വെയിറ്റ്, ഒരേ ത്രാസിൽ വെച്ച് നോക്കിയാൽ ഒരേ വെയിറ്റുള്ള കൽപ്പനകളാണ് ഇല്ലേ. ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക. അവിടെ എന്തെങ്കിലും കയ്പ് വെച്ചാൽ നാം ദൈവത്തോട് കയ്പ് വെക്കുന്നത് പോലെയാ. ആണോ?
ഞാൻ ഒറ്റ വാക്കി പറഞ്ഞു വിടുകയാണ്, നിങ്ങൾക്ക് ദൈവത്തെ ഈ ആയുസ്സിൽ കർത്താവിനെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഈ ഒറ്റ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മതി. ഒരു സഹോദരങ്ങളോടും, ഞാൻ വീണ്ടും പറയുന്നു, തമ്മിൽ ഒരു ചേർച്ചയും ഇല്ലാത്ത അവയവങ്ങൾ അവിടെ ഇരിക്കുന്നത്, അല്ലേ? അല്ലേ? അതെ, ഒരിക്കലും ചേരത്തുമില്ല. പക്ഷേ ഇവിടെയാണ് ആത്മാവിനാൽ നാം ചേരുന്നുവെങ്കിൽ തീർച്ചയായും 90% അതിലധികവും നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചിരിക്കുക. ഇത്തിനും കയറ്റി പറഞ്ഞാൽ 100% തന്നെ 100%. കാരണം വചനം പറയുക, സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഈ 2 കൽപ്പനകൾ ഒതുങ്ങിയിരിക്കുകയാണ്. ഏതാ? ദൈവത്തെ സ്നേഹിക്കുന്നതിനൊപ്പം തന്നെ ഇതിലെ സഹോദരങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. സകല ന്യായപ്രമാണങ്ങളും ഇതിലൊരുങ്ങിയിരിക്കുക. പിന്നെങ്കിൽ 100% പറയാൻ തെറ്റൊന്നുമില്ല നമുക്ക്. ഞാൻ പറഞ്ഞത് ശരിയാണോ നിങ്ങൾക്ക്? അല്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ വലിയൊരു വില കൊടുത്തേ മതിയാകത്തുള്ളൂ. വലിയൊരു എന്താ പറയുക, വില മാത്രമല്ല, അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിച്ചേ മതിയാകത്തുള്ളൂ. സഹോദരനോട് പിണക്കം വെച്ചിട്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ആത്മാവിൽ വളരാൻ കഴിയത്തില്ല. കർത്താവ് വന്നു പോകാന്നല്ലാതെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ജാഗ്രത. എബ്രായ 12-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാ, ജാഗ്രതയായിരിപ്പിൻ, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് പൊങ്ങി കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുവാൻ ഇടയാകുമല്ലോ, അല്ലേ? നമ്മൾ കഴിച്ച സമയത്ത് ഓടിച്ചു വിടുകയാ. എല്ലാവരോടും ഇവിടെ പഠിച്ച വാക്യം 14-ാം വാക്യം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും. നമ്മുടെ ഭാഗത്തൊരു ഉത്സാഹം ആവശ്യമാണ്. ഞാൻ പഠിച്ചതുകൊണ്ട് ഓടിച്ചു വിടുന്നത് കേട്ടോ. നമ്മുടെ ഭാഗത്തൊരു ഏറ്റവും വലിയ ഉത്സാഹം ആവശ്യം. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയ ഉത്സാഹം? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല ഉത്സാഹം, അല്ലേ? സഹോദരങ്ങളോട് സമാധാനം ആചരിക്കുവാൻ ഉത്സാഹിപ്പിൻ. നമ്മുടെ ഏറ്റവും വലിയ ഉത്സാഹം കഴിക്കേണ്ടത് ജോലി എടുക്കാനും നമ്മുടെ വീട് വെക്കാനും കാറ് മേടിക്കാനും ഒന്നുമല്ല ഉത്സാഹം കഴിക്കേണ്ടത്. ഉത്സാഹം കഴിക്കേണ്ടത്, ഏറ്റവും വലിയ ഉത്സാഹം കഴിക്കേണ്ടത് ഇവിടെയാ. എന്തിനാ? സകലരോട് സമാധാനം ആചരിക്കുവാൻ. കാരണം ഇത് നിത്യജീവന്റെ പ്രശ്നമാണ്. ബാക്കി ഉത്സാഹത്തിനും മക്കളെ കെട്ടിക്കാനൊക്കെ അല്ലേ, എല്ലാത്തിനും, വീട് വെക്കാനും കാറ് മേടിക്കുവാനും നമുക്ക് ടൂർ പോകാനൊക്കെ ഉത്സാഹമുണ്ട് നമുക്ക്. പക്ഷേ അതൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കും. എന്നാൽ അസ്തമിക്കാത്ത ഒരു നിത്യജീവന് വേണ്ടിയാണ് സമാധാനം ആചരിക്കാൻ പറയുന്നത്. അപ്പൊ എത്രമാത്രം നമ്മളും സഹോദരന്മാരുടെ ബന്ധം നിത്യതമായി എത്രമാത്രം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്, അല്ലേ? ആണല്ലോ. അപ്പോൾ നിത്യതയും ആ സ്വർഗവും സഹോദരി ബന്ധങ്ങളും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടി അഭിനയിക്കാട്ടോ. അഭിനയിക്കാൻ നമുക്ക് വേണമെങ്കിൽ എല്ലാവരോടും ചിരിക്കുകയല്ല, ഇളിച്ചു കാണിച്ചുകൊണ്ട് നമുക്ക് അഭിനയിച്ചിരിക്കാം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാക്കി കാണുമല്ലോ നിങ്ങൾക്കല്ലേ? അങ്ങനെയും ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയാം. ആരോടും പിണക്കത്തിനും പോകണ്ട, വഴക്കിനും പോകണ്ട, നമുക്ക് നമ്മുടെ പണി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ. അത് വളരെ തെറ്റാണ്. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുന്നവർ ജീവിക്കുന്നവർക്ക് അവർ യഥാർത്ഥമായി ആത്മാവിന് ഫലമല്ലത്. അത് കാപട്യമുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കുമ്പോൾ നിങ്ങൾ ഈ പണ്ടൊക്കെ ബോക്സ് പോലെയൊക്കെ ഗിഫ്റ്റൊക്കെ കെട്ടി തൂക്കിയിടും. അതുപോലെ ആ മരവുമായിട്ട് അതിന് ഫലത്തിന് യാതൊരു ബന്ധം ഉണ്ടാകത്തില്ല. അതുപോലെയാ ഈ നമ്മുടെ അകത്തുനിന്ന് വെളിപ്പെട്ട് വരുന്ന ഫലങ്ങൾ പലതും വെച്ച് കെട്ടിയ ബോക്സുകളാണ്. ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടുന്ന ബോക്സുകളാണ് അനേക, ഗിഫ്റ്റ് ബോക്സുകളാണ് അനേകരും. മനസ്സിലാവുന്നതിനെ പറഞ്ഞു വരുന്നല്ലേ? അതുകൊണ്ട് സമാധാനം ആചരിക്കുവാൻ അത് നമ്മൾ ഉത്സാഹിക്കണം. നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. നമ്മുടെ അകത്ത് കയ്പ് വെളിപ്പെട്ടാൽ ഇതുപോലെ ഒട്ടനവധി പല ദുസ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാനിടയുണ്ട്. സഹോദരന്മാരുടെ ആരോടെങ്കിലും കയ്പ് വെച്ചിരുന്നാൽ അത് മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് വ്യത്യസ്തമായ സ്വഭാവങ്ങളിലേക്ക് നമ്മളെ മാറ്റുവാനിടയുണ്ട്. മുഖ്യകൽപ്പന എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറഞ്ഞതുപോലെ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടെ കൂടി സ്നേഹിക്കണം. രണ്ടാമത്തതോ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതുമായിട്ട് മറ്റൊരു കൽപ്പനയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു, അല്ലേ? ഇതാവുന്നു ഒന്നാമത്തതും രണ്ടാമത്തും, അല്ലെ? ഒന്നാമത്തതായ വലിയ കൽപ്പന, രണ്ടാമത്തത് അതിനോട് സമം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാഞ്ഞു പോകരുത്. ഞാൻ വിടുകയാണ്. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ച്, നമ്മൾ ഇന്ന് മുതൽ അതാ ചിന്തിക്കാൻ പോകുന്നത്. പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ വാക്യം 6-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം മുതൽ കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്, അല്ലേ? 9-ാം വാക്യം മുതൽ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? മത്തായി 6-ാം അധ്യായം 9-ാം വാക്യം മുതൽ.
യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുക. ചൊല്ലാൻ പഠിപ്പിച്ചതല്ല, പേടിക്കേണ്ട, അവിടെ ചൊല്ലാന്നൊക്കെ വാക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ചൊല്ലുകയല്ല, ഇതൊരു പ്രാർത്ഥനയുടെ മോഡൽ പഠിപ്പിക്കുക, അല്ലേ? അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം. 9-ാം വാക്യം മുതൽ പഠിച്ചു വരിക. എന്നിട്ട് താഴേക്ക് പറയുക. എന്നിട്ട് 12-ാം വാക്യം മുതൽ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ, അല്ലേ? ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലയോ. ഇത് ആഴമായി പഠിക്കേണ്ട മറ്റൊരു വിഷയമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന വിഷയം ഒരുപാട് കാര്യമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം മാത്രം ഞാൻ എടുക്കുക, 12-ാം വാക്യം. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഹിതം സ്വർഗത്തെ പോലെ. ഇത് വെറുതെ ചൊല്ലാനല്ല, ഇത് മൂന്നും നമ്മളുടെ ഭൂമിയിൽ സംഭവിക്കേണ്ട കാര്യമാണ്. എന്താ എഴുതി വെച്ചിട്ടില്ല അവിടെ? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, എന്നിലൂടെ ലോകത്തിൽ മുഴുവൻ അറിയപ്പെടണം. 2, അവിടുത്തെ രാജ്യം ആര് കൊണ്ടുവരും ഭൂമിയിൽ? അവിടുത്തെ രാജ്യം ആരാ ഭൂമിയിൽ കൊണ്ടുവരുന്നത്? അവിടുത്തെ ഇഷ്ടം ആരാ ഭൂമിയിൽ കൊണ്ടുവരുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഒന്നും പോകുന്നില്ല. അത് ആഴമായി പഠിക്കേണ്ടത്, നമ്മൾ പിന്നീട് പഠിക്കും അതിനെക്കുറിച്ച്. ഇതിൽ എന്നിട്ടാ പറഞ്ഞത്, അന്നുള്ള ആഹാരം ഞങ്ങൾക്ക്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ദിവസേനയുള്ള ആത്മീയ മാറ്റം നമുക്ക് ആവശ്യമാണ്, ആണോ? എന്നിട്ടാണ് അതിനോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയം, പ്രാർത്ഥന വിഷയമാണത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പ്രാർത്ഥനയിൽ വരുന്ന ഒരു മനോഹരമായ വേദവാക്യമാണ്. കാരണം അതിനകത്തു ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വർഗീയ മന്നയെക്കുറിച്ച് പറയുന്നുണ്ട്, സാത്താനെക്കുറിച്ച്, സാത്താൻ പരീക്ഷയെ ഞങ്ങൾ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിനിടയിൽ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു വാക്യം ദൈവം കർത്താവ് ചേർത്തിരിക്കുന്നത്. അപ്പോ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ജീവിതത്തോടുള്ള ബന്ധത്തിലും ഈ സാഹോദര്യ ബന്ധങ്ങൾ കടന്നു വരുന്നുണ്ട്, ആണോ? ഒരു മനുഷ്യൻ, ഒരു ഭക്തന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഏറ്റവും വലിയ ജീവിതം എന്താ? പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? നമ്മുടെ മനസ്സ് സ്വർഗത്തോട് പങ്കുവെക്കുന്നു. എന്താ ബൈബിൾ വായന? എന്താ ബൈബിൾ വായന എന്തിനു വേണ്ടിയാ? സ്വർഗം നമ്മോട് സംസാരിക്കുന്നു. പ്രാർത്ഥന എന്താ? നാം ദൈവത്തോട് സംസാരിക്കുന്നു. മനസ്സിലായി നിങ്ങൾക്ക്? ഒറ്റവാക്കി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അതിൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നൊരു വാക്യമാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇവിടെ കാരണം നമുക്ക് തോന്നുമ്പോൾ ഇത് നമ്മൾ രക്ഷ പ്രാപിച്ചപ്പോൾ ദൈവം നമ്മോട് ക്ഷമിച്ചു തന്നതല്ല ഇത്. മനസ്സിലാവുന്നുണ്ടോ? നാം രക്ഷ പ്രാപിക്കുമ്പോൾ നമ്മുടെ പാപക്കടങ്ങൾ ക്ഷമിച്ച് ദൈവം തന്നില്ലേ? തന്നവരവിടെ ഇല്ല, എല്ലാവരും ലഭിച്ചതാ. ആ കടമൊന്നും അല്ല ഇത്. ഇത് ഒരുവൻ വീണ്ടും ജനിക്കപ്പെട്ട് ദൈവകൃപയിലായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സഭാജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വന്നു പോകുന്ന കാര്യങ്ങളാണ്, അവിടെ വന്നു പോകുന്ന കടങ്ങളാണ്. ഇത് കടമായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇത് കൊടുത്തു തീർക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. നോക്കിയേ, പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യമുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിന്റെ പടിവാതിക്കൽ പോലും എത്തത്തില്ല. നമ്മുടെ പ്രാർത്ഥന മുഷിഞ്ഞ ചാക്ക് പോലെ എത്രയെന്ന യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുക, അല്ലേ? എങ്ങനെയാ? മുഷിഞ്ഞ തുണി പോലെ എത്രയെന്ന യെശയ്യാ 66 എഴുതി വെച്ചിരിക്കുന്നത്, അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ. പലപ്പോഴും ചില ആൾക്കാർ ഇവിടെ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വാക്കുകൾ വരുന്നില്ല, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മറ്റു ആകുല ചിന്തകളും കടന്നു വരുന്നു. ചിലർ പറഞ്ഞ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ മറ്റു സെക്ഷൽ ചിന്തകൾ വരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനേകർ പറയുന്നത്. കാരണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എവിടെയോ പരാജയപ്പെട്ടിരിക്കുക. കാരണം അറിയാമോ, ഇത് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ കർത്താവ്, ഇത് ഇങ്ങനെ വിശദമായി പറയാൻ പോയി ഒരുപാട് സമയം എടുക്കും നമുക്ക്, എന്നാലും ഓടിച്ച് പറഞ്ഞു വിടുകയാണ്. പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഇതിനകത്ത് വന്ന കാര്യമാണത്. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ എനിക്ക് സഹോദരങ്ങളോട് യാതൊരു കടവും ഉണ്ടാകാൻ പാടില്ല. പൈസയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൈസയുടെ കാര്യമല്ല. ഇപ്പൊ പറഞ്ഞു തരാം, പൈസയുടെ കാര്യമല്ല. ഈ ലൂക്കോസ് 11:4 വായിക്കുമ്പോൾ ഞങ്ങൾ സെയിം വാക്യം കാണാൻ കഴിയും അവിടെ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. മനസ്സിലായോ? ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു. അപ്പോൾ 2 വാക്യം നോക്കിയേ. ഇവിടെ മത്തായി പറയുക, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും. പക്ഷേ ലൂക്കോസ് പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. പാപം. എന്നിട്ട് അടുത്തോട് ചേർത്ത് പറയുക, ഞങ്ങളുടെ കടപ്പെട്ടിരിക്കുന്നവർ ഇരിക്കുന്ന ഏവരോട് ഞങ്ങളും ക്ഷമിക്കുന്നു. എന്നിട്ടാണ് ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്. അപ്പോൾ പിശാചിന് ഇടം കൊടുക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സഹോദരങ്ങൾക്ക് കടപ്പെട്ടിരിക്കുക. എന്ത് കടമാ ഈ പറയുന്നത്?
അല്ല, പാപങ്ങളെ കുറിച്ച് ക്ഷമ തന്നെയാ ഇവിടെ പറയുന്ന. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. എൻ്റെ സഹോദരങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പാപങ്ങൾ നിമിത്തമാണ്. ഹൃദയത്തിൽ ഒരു ഈർഷയോ പിണക്കമോ പരിഭവങ്ങളോ ഭിന്നതകളോ കയ്പോ വെച്ചുകൊണ്ടിരുന്നാൽ സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? രണ്ട്, ദുഷ്ടൻ നമ്മെ ചതിക്കുവാനിടയുണ്ട്. അവൻ്റെ പരീക്ഷയിൽ നാം വീണുപോയി നാം വഞ്ചിക്കപ്പെടാനിടയുണ്ട്. നിങ്ങൾ വേണേ എടുത്തോ, നമ്മളെ തന്നെ പരിശോധിച്ച് നോക്കിക്കോ. ഞാൻ ഈ പറയുമ്പോൾ അനേക വിശ്വാസികളും പിശാചിന്റെ ചതിയിൽപ്പെട്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ നമുക്ക് തോന്നും, നമ്മുടെ മനസ്സ് പറയും, നീ നല്ലവനാ, വല്ലവനാ, കൊള്ളാം, സൂപ്പർ പ്രസംഗമൊക്കെ. മനസ്സ് നമ്മളെ കബളിപ്പിക്കും, പിശാചും കബളിപ്പിക്കും. നമുക്ക് മത്തായിലേക്ക് വരാം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ അവനോട്, ഒരു സഹോദരനോട് ഞാൻ പിണക്കമോ പരിഭവങ്ങളോ പാപമോ ചെയ്തുകൊണ്ട് പിണങ്ങിയിരുന്നാൽ അത് കടമാണ്. ഞാൻ അവന് ഇളച്ചു കൊടുക്കേണ്ടതിന് പകരം ആ കടം ഞാൻ പിടിച്ചു വെച്ചിരിക്കുക. ആണോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാനും ബേബി ബ്രദറായി ഒരു വഴക്കുണ്ടായി. ഞാൻ ഇളച്ചു കൊടുക്കണം, ഞാൻ ക്ഷമിച്ചു കൊടുക്കണം. ബാക്കി കുഴപ്പമില്ലല്ലോ. ഇളച്ചു കൊടുക്കണം, ക്ഷമിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ ഞാൻ ബ്രദറിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും. അപ്പോൾ ദൈവം പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്ന കാര്യമാ, ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി പിണക്കം, പരിഭവങ്ങൾ, വഴക്കുകൾ, പാപങ്ങൾ വെച്ചോണ്ടിരുന്നാൽ അത് കടമായി ഇവിടെയും വെച്ചിരിക്കുക, അത് സ്വർഗത്തിലും കടം തന്നെയാ. പിന്നീട് പഠിക്കാൻ നമുക്ക് അതിനെ കുറിച്ച്. രണ്ട്, ദൈവം, ഞാൻ എത്ര തെറ്റ് എൻ്റെ ജീവിതത്തിൽ വന്നു പോയാലും ദൈവം ഒരിക്കലും എൻ്റെ പാപങ്ങളെ ക്ഷമിക്കത്തുമില്ല. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇത് സമയം എടുക്കും ഗ്രഹിച്ചു വരാനായിട്ട്, അല്ലേ? എല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിലാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് അല്പം നിങ്ങളുടെ മനസ്സൊന്ന് വിട്ടുകൊടുത്താൽ മതി, പെട്ടെന്ന് മനസ്സിലാവൂത്. കാരണം ഇത് ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിൽ. ഏത് വിശ്വാസിയും ഏത് സഭയിൽ പോയാലും ഈ ഒരു കാര്യം ഞാൻ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ സഹോദരനോട് കടം വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് അനുവാദമില്ല. കടം എന്ന് പറഞ്ഞാൽ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാൻ പോയി പരിഹരിക്കുന്നില്ലെങ്കിൽ അത് അവന് ഞാൻ കടപ്പെട്ടിരിക്കുക. കാരണം ഞാൻ ഇളച്ചു കൊടുത്താലേ അവന് സ്വർഗമായി നിരക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അത് ദൈവം വെച്ചിരിക്കുന്ന മാതൃക, നമ്മൾ തമ്മിൽ ഇവിടെ പരിഹരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കടക്കാരോട് ക്ഷമിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഈ കടം സ്വർഗം ക്ഷമിച്ചു തരികയാണ്. ഇല്ലെങ്കിൽ പാപം നമ്മുടെ കൂടപ്പുറപ്പായി മരണം വരെ കാണും. 1 Corinthians 15 അധ്യായത്തിൽ, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ ജയമെവിടെ. ഇന്ന് മരിച്ചു വീണാലും പാപത്തില മരിക്കുന്നെങ്കിൽ എൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ എൻ്റെ ശരീരം മണ്ണിൽ നിന്ന് പൊങ്ങത്തില്ല. കാരണം പാപം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇവിടെ പറയുന്ന പോലെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത്. ഇവിടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് പറയുക, ദൈവത്തിന് മാത്രം മഹത്വം കൊടുത്ത് പറയുക, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏത് നിമിഷവും പത്രോസ് പറയുക, നമുക്ക് ചുറ്റും അലർന്ന സിംഹം പോലെ പിശാച് അലമുറയിട്ട് കരഞ്ഞോണ്ടിരിക്കുക നടക്കുകയാണ്, ഏത് നിമിഷവും വിഴുങ്ങാൻ വേണ്ടി. ആണല്ലോ, ഇല്ലേ? നമ്മളെ തൊടുവാൻ അവന് അനുവാദമില്ല. എങ്കിൽ പോലും നമുക്ക് ചുറ്റും കിടന്ന് കറങ്ങുകയാ. എന്തിനു വേണ്ടിയാ? നമ്മളെ വിഴുങ്ങാൻ വേണ്ടി. അവൻ നമ്മുടെ അകത്ത് ദൈവഹിതമില്ലാത്തത് എന്തെങ്കിലും കണ്ടാൽ അവന് നമ്മളിലേക്ക് കടക്കുവാൻ ഒരു എൻട്രിയാണത്. ഇവിടെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ സഹോദരങ്ങളോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവം ഒരിക്കൽ പോലും എൻ്റെ പാപങ്ങളെ ക്ഷമിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ കടങ്ങളും ദൈവം നമ്മോട് ക്ഷമിച്ചിരിക്കും. ഇല്ലെങ്കിൽ ഈ ഒരു തത്വം നിങ്ങളുടെ ജീവിതത്തിൽ കുറിച്ചിട്ടേക്കുക. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും പാപങ്ങളോ പരിഭവങ്ങളോ വഴക്കോ പിണക്കമോ ഞാനത് പരിഹരിച്ചില്ലെങ്കിൽ, കൊടുത്തു തീർത്തില്ലെങ്കിൽ ദൈവം ഒരിക്കലും നമ്മുടെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരികയുമില്ല, നമ്മുടെ കൂടെ ഉണ്ടാകത്തുമില്ല. ക്ലിയറാണോ ഞാൻ പറഞ്ഞത്? നമ്മൾ ഒരുപക്ഷെ നമുക്ക് തോന്നും പാപം ചെയ്യില്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. 1 യോഹന്നാൻ ലേഖനം പഠിക്കുമ്പോൾ 1:9 പറയുക, അനേകർ പറയും ഞാൻ പാപം ചെയ്തിട്ടില്ല എന്നൊക്കെ അനേകർ പറയും. അവിടെ പറയുക 1 യോഹന്നാൻ ലേഖനം 1:9 പറയുക, നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മില്ലാതായി. ഒരിക്കലും മറന്നു പോകരുത്, റോട്ടിൽ കൂടി പോയ കൊടും പാപികളാണ് നമ്മളെല്ലാവരും, അല്ലേ? പാപികളെ തേടിയ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്.
പാപികളിൽ ഒന്നാമൻ പൗലോസ് പറഞ്ഞു, റോട്ടിൽ കൂടി പോയ എന്നെയും നിങ്ങളെയും അവന് ജീവന്റെ വില കൊടുത്ത് അവൻ നമ്മളെ വിലക്ക് വാങ്ങി. നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ, ദേഹിയിൽ ഒരു മാറ്റവുമില്ല. ആണോ? ബൈബിൾ ക്ലാസ് വരുന്നവർക്കറിയാം, ദേഹിയിൽ ഒരു മാറ്റവുമില്ല. ഈ കളങ്കവും കാപട്യവും നമ്മുടെ അകത്ത് കിടക്കുകയാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പാവം വരില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ തെറ്റാ. നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും വരും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ നമ്മൾ വഞ്ചിക്കുകയാണ്. സത്യം യഥാർത്ഥമായ കർത്താവ് വന്നത് എന്തിനു വേണ്ടി നമുക്ക് അറിയാതെ പോയി നമ്മൾ. കാരണം ഇന്നും പാപമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ പാപം നമ്മൾ വെളിപ്പെട്ട് വരും. നാം പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവിടെയും കണ്ടീഷനാണ്. അവിടെ അല്ലേ, നിങ്ങൾ നിങ്ങൾ പാപമില്ല എന്ന് പറയുന്നു എങ്കിൽ കണ്ടീഷൻ. ഇവിടെയും പറയാ എങ്കിൽ, ഒരു കണ്ടീഷൻ വെക്കുകയാണ്. നമ്മുടെയൊക്കെ വിചാരം കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും കേട്ട് 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 നമ്മുടെ ഹൃദയം തഴമ്പിച്ചു പോയി. ഇത് കണ്ടീഷനാ ഇവിടെ. നോക്കിയേ, നിന്റെ കടക്കാരോട് നീ ക്ഷമിച്ചാൽ ഞാൻ നിന്റെ കടം ക്ഷമിക്കാം. കണ്ടീഷനാ ഇവിടെ. അത് തന്നെ പറയുക, നീ പാവമില്ല എന്ന് പറയുന്നു എങ്കിൽ കണ്ടീഷൻ പറയുക, നീ നിന്നെ തന്നെ എന്ത് ചെയ്യുക? വഞ്ചിക്കുക. ഇനി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് ക്ഷമിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഏറ്റുപറയുന്നില്ല, പാവം എന്നിലില്ല എന്ന്, എനിക്ക് ആരോട് പരിഭവമില്ല, വഴക്കില്ലെന്ന് പറഞ്ഞാൽ ദൈവം ഒരിക്കലും നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനും നമ്മളെ പൊറുക്കുവാനും കഴിയില്ല എന്ന് കാര്യം മറന്നു പോകരുത് ദൈവത്തിന്. ഈ സങ്കീർത്തനക്കാരൻ 90 ദാവീദിന്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 90:8 അല്ലേ? എന്താ? നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ദാവീദ് പറയുക, നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ, അകത്തു മറഞ്ഞു കിടക്കുന്ന രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ, നമ്മൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ അകത്ത് എന്ത് കിടന്നാലും ദൈവം അത് നല്ലവണ്ണം അറിയുന്നുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇപ്പോഴും അങ്ങോട്ട് ആയിട്ടില്ല. എല്ലാവരും ചൂടായി വരുന്നതേ ഉള്ളൂ. 4:30 മണിയാകുമ്പോൾ ചൂടാവും. അപ്പോഴത്തേക്കും നിർത്താൻ സമയവും നമുക്ക്. നോക്കി, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മുടെ അന്തരംഗങ്ങളിൽ ഇന്നും പാപത്തിന് ചുവകൾ കിടക്കുക. വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് ഒരൊറ്റ ഇവിടെ പറയുക, നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ നിലവിളിയാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ദൈവസ്ഥലം നിലവിളിക്കാത്തിടത്തോളം കാലം ദൈവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. മത്തായി 1:21 ഒരു വാക്കുണ്ട്, പാപങ്ങളിൽ നിന്ന് വിടുവിക്കാൻ എനിക്ക് ഒന്നുണ്ട്, അവൻ യേശു എന്ന് പേര് വിളിക്കണം. അല്ലേ? വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? പാപങ്ങളല്ല, പാപങ്ങളിൽ. ഒരു പാപമല്ല, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു പോകുന്ന സകല പാപങ്ങൾ, മരണം വരെയുള്ള സകല പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനാണ് കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അകത്തുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിച്ചേ മതിയാവും. കാരണം ഏറ്റവും വലിയ പാപികളിൽ പാപി ഒന്നാമൻ നമ്മൾ തന്നെയാണ്. പൗലോസ് പറഞ്ഞ വാക്യമുണ്ടല്ലോ, അറിയാമെങ്കിലേ, പാപികളിൽ ഒന്നാമൻ ഞാനാ. അപ്പോൾ അത്രമാത്രം ഒരു ബോധം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ കഴിയത്തില്ല. സഹോദരങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ ഞാൻ കുറവുള്ളവനാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞേ മതിയാക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥനയും ദൈവം കേൾക്കത്തില്ല. പിന്നെ നമുക്ക് ചൊല്ലാം, നമുക്ക് നീട്ടിപ്പിടി സ്വർഗസ്നായ ഞങ്ങളുടെ സ്വർഗീയ പിതാവിനെ ചൊല്ലാം. നമുക്ക് സ്വർഗവും കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന എൻ്റെ മനസ്സ് പോലും കേൾക്കുന്നില്ല. പിന്നെയാണ് അല്ലേ? ആണോ ഇല്ലയോ? നമ്മൾ തന്നെ പരിശോധിക്കുക. നമ്മുടെയൊക്കെ പ്രാർത്ഥന ജീവനുള്ള പ്രാർത്ഥനയൊന്ന് ഇടക്കൊന്ന് പരിശോധിക്കുക. പ്രാർത്ഥന വിഷയമൊക്കെ പറയുമ്പോൾ വേറെ ഒരിടത്തെ കാര്യമല്ല, ഇവിടുത്തെ കാര്യം തന്നെ ഞാൻ പറഞ്ഞതാ. പ്രാർത്ഥന വിഷയമൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, കറങ്ങിത്തിരിഞ്ഞ് ഈ വയറ്റിലെ വഴി കലൂര് വഴി കറങ്ങിത്തിരിഞ്ഞിട്ടൊക്കെ വരുന്നത്. എന്നിട്ട് പറയും പ്രാർത്ഥന വിഷയം, ബ്രദർ പറഞ്ഞ പ്രാർത്ഥന വിഷയം കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്തോത്രം. എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഏകാഗ്രത, നമ്മുടെ ഹൃദയങ്ങൾ ഏകാഗ്രത പോലും നമുക്കില്ല. ദൈവമായിട്ടുള്ള എന്തുകൊണ്ടെന്നറിയാമോ? വിഷയം ഇവിടെ കിടക്കുകയാണ്. എന്താണ്? നമ്മുടെ സഹോദരന്റെ പാപങ്ങളെ, കടങ്ങളെ നാം ഇളച്ചു കൊടുത്തിട്ടില്ല. മീൻസ് അവരോട് ക്ഷമിക്കേണ്ടത് ക്ഷമിച്ചില്ല. ഇന്നും ഹൃദയത്തിൽ നീരസം, പരിഭവം, വഴക്ക്, അല്ലേ, ഭിന്നതകൾ, കയ്പൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്? അതാ പറയുക, എന്നെ പരീക്ഷ കടത്താതെ എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ഭിന്നതയോ കയ്പോ വെച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരു കാര്യം ഓർത്താൽ മതി, ആ സിംഹം വന്ന് വിഴുങ്ങിയിരിക്കും. നമ്മുടെ പിശാച് നമ്മളെ വിഴുങ്ങിയിരിക്കുമെന്ന്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ മാറിയില്ലെങ്കിൽ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദൈവമല്ല പരീക്ഷ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
പരീക്ഷ ദൈവമല്ല തരുന്നത്. നമ്മുടെ അകത്തുള്ള മോഹങ്ങളാണ് നമ്മളെ പരീക്ഷയിലേക്ക് കടത്തുന്നത്, അല്ലേ? ആണോ? അതെ. യാക്കോബ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ ഒരു 4-ാം വാക്യം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ അകത്തുള്ള മോഹങ്ങളാണ്. ദൈവം പാപങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. പരീക്ഷയുണ്ട്, പാപങ്ങളാൽ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരിക്കൊരു പണക്കൊതി ഉണ്ടെങ്കിൽ ദൈവം ഒരിക്കൽ നമ്മളെ മുമ്പിൽ കൊണ്ട് പണം ഇട്ടിട്ട് എന്നെ പരിശോധിക്കത്തില്ല. കാരണം ദൈവത്തിന് അറിയാം ഞാൻ വഞ്ചിക്കപ്പെട്ടു പോകുമെന്ന്, അല്ലേ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ദോഷങ്ങളാൽ ദൈവം നമ്മെ പരീക്ഷിക്കത്തില്ല. അങ്ങനെ പരീക്ഷിക്കുന്നത് പിശാചാണെന്ന കാര്യം മറന്നു പോകരുത്. ക്ലിയറാണോ? ഓക്കെ. എന്നിട്ട് നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കത്തില്ല. അവിടെ കണ്ടീഷൻ, എല്ലായിടത്തും ഒരു കണ്ടീഷൻ ഉണ്ട്. ക്രിസ്ത്യ ജീവിതം കണ്ടീഷനാ. രക്ഷിക്കപ്പെടുവാൻ ഒരു കണ്ടീഷനും ഇല്ല. ഉണ്ടോ? മുഴുവനും ഫ്രീയാ. ഏറ്റുപറച്ചിലും മനസ്സാന്തരമൊക്കെ മുഴുവനും ഫ്രീയാ. പക്ഷേ നമ്മുടെ സോളിന്റെ രക്ഷയ്ക്ക്, ദേഹിയുടെ രക്ഷയ്ക്ക് എന്താണെന്നറിയാമോ? അവിടെ ഫ്രീ അല്ലത്. അവിടെ ഒരു കണ്ടീഷനാണ്. എൻ്റെ ജീവൻ വേണോ? നിന്റെ ജീവൻ താ, അല്ലേ? ഞാൻ ക്ഷമിക്കണോ? അല്ലേ? ദൈവം പറയാ ഞാൻ നിന്നോട് ക്ഷമിക്കണോ? നീ നിന്റെ സഹോദരനോട് ക്ഷമിക്കുക. എല്ലാം കണ്ടീഷന്മേലിരിക്കുന്ന ക്രിസ്ത്യ ജീവിതം മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും ദൈവം നമ്മോട് ക്ഷമിക്കത്തില്ല. ഇന്ന് വർഷങ്ങളായി സഹോദരന്മാരോട്, സഹോദരിമാരോട്, അച്ഛനോട്, അമ്മയോട്, ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട് ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്ന എത്രയോ ദൈവ കുഞ്ഞുങ്ങളാണെന്നറിയാമോ സഭക്കകത്ത്. ഇത് നിമിത്തം ഞാൻ ഇപ്പൊ ഇന്നല്ല, വരും ദിവസം ക്ലാസ് വരും. ബന്ധിക്കപ്പെട്ട് രോഗിയായി പിശാചിനാൽ കൽപ്പന എന്താ? ഒന്നാമത്തതും രണ്ടാമത്തതും ഒരേ തുല്യമായിട്ടുള്ള കൽപ്പനയാണ്. അത് ലംഘിക്കുമ്പോൾ പിശാചിന് ഇടം കൊടുത്ത് പിശാചിനെ നമ്മളെ സ്വാധീനിച്ച് ആത്മീയ ബലഹീനന്മാരായി തീർന്നു, രോഗിയായി തീർന്നു. അവസാനം മുന്നമയുള്ള മരണം വരെ സംഭവിച്ച എത്രയോ ആൾക്കാർ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരിക്കുന്നത്. എനിക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? കാരണം നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളും ക്ഷമിക്കും. നമ്മൾ വിചാരിക്കും ഇന്നും പ്രാർത്ഥിച്ചപ്പോൾ, അയ്യോ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങൾ പോയി, അല്ലേ? പ്രാർത്ഥിച്ചപ്പോൾ സഹോദരന്, സഹോദരിക്ക്, മറ്റാൾക്കാർക്ക് അവർക്ക് ദൈവം വിടുതൽ കൊടുത്തു. നമ്മൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും ശരി തന്നെയായിരിക്കും. ദൈവം അവരോട് കാണിക്കുന്ന മനസ്സലിവ, പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് കാണിക്കുന്ന മനസ്സലിവല്ല, അവിടെ മുമ്പിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനോട് ദൈവത്തിന്റെ കരുണ തോന്നിയിട്ട് എന്നെ ഉപയോഗിച്ചതാ. പക്ഷേ ഞാനൊരു പക്ഷെ ഭൂതങ്ങളെ പുറത്താക്കുന്നതും ഞാൻ അവന് പ്രാർത്ഥിച്ച് അവന് വിടുതൽ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നതൊക്കെ എൻ്റെ മഹത്വം കൊണ്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച നമ്മുടെ ജീവിതത്തിൽ ഒരു ചുക്കും സംഭവിക്കുന്നില്ല. കാരണം എന്നറിയാമോ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ല. കാരണം നമ്മുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് ഇന്നും പരിഹരിച്ചിട്ടില്ല. ഇന്നും ചോരത്തിളപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓടി കിടക്കുകയാണ്. പോക്കറ്റിൽ പണവും സമ്പത്തൊക്കെ ഉള്ളതുകൊണ്ട് ഓടി കിടക്കുക. പക്ഷേ ഈ സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അല്ലെങ്കിൽ അപ്പനോട്, അമ്മയോട്, സഹവിശ്വാസികളോട്, അല്ലെ, എല്ലാവരുടെയും പിണക്കവും പരിഭവവും വെച്ചുകൊണ്ടിരുന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ഇന്നല്ലെങ്കിൽ നാളെ നാം ബന്ധിക്കപ്പെടും. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതോടെ ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് നമുക്ക് സഹോദരങ്ങളെ, നമ്മൾ എത്രയോ വർഷങ്ങൾ ആ വിശ്വാസി വന്നിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ, ഇന്ന് നമുക്ക് എന്ത് ഫലം കൊടുക്കാൻ കഴിയുന്നില്ല? ഒന്ന് ചെക്ക് ചെയ്യും നമ്മളെ തന്നെ. എന്തുകൊണ്ട് പറ്റുന്നില്ല? 6 മാസം പോലും വേണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഒരുവൻ രക്ഷിക്കപ്പെട്ട സെക്കൻഡിൽ അവൻ ഇറങ്ങുകയാണ്. ഇന്ന് രക്ഷിക്കപ്പെട്ട 5, 10, 15, 25, 30 കഴിഞ്ഞ 40 വർഷമായ ആൾക്കാരെ എനിക്കറിയാം. ഞങ്ങൾ ട്രെയിനിങ് സെന്ററിൽ പഠിക്കാൻ വന്നിട്ടുണ്ട്. അവരൊക്കെ എന്തുകൊണ്ടെന്നറിയാമോ? എവിടെയോ വെച്ച് സഹോദരനോട് ഇളച്ചു കൊടുക്കേണ്ട, അവന്റെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കേണ്ടതിന് പകരം അത് ഹൃദയത്തിൽ എവിടെയോ സൂക്ഷിച്ചു വെച്ചു. കയ്പോ, ഭിന്നതയോ, പിണക്കമോ, അമർഷമോ, അല്ലേ? നമുക്ക് കഴിഞ്ഞ ആഴ്ച പഠിച്ചതാ, കഴിഞ്ഞ മാസം. അമർഷം, അല്ലേ? ചെറിയ ചെറിയ വാക്കുകളാ. പിണക്കം, പരിഭവങ്ങൾ. ഇത് എൻ്റെ ജീവിതത്തിൽ അത് എന്നെ തന്നെ കൊല്ലുവാനുള്ള ഒരു വൈറസായി എൻ്റെ ജീവിതത്തിൽ ഇരിക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും സ്വർഗം കേൾക്കുന്നില്ല. സഭയിൽ വരുന്നവന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ സ്വർഗം കേൾക്കുന്നില്ല. അവിടെ കണ്ടീഷനുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിക്കാത്തിടത്തോളം കാലം എന്നോട് പാപം ചെയ്തവൻ, എൻ്റെ 12 വാക്യം വായിച്ചേ. ഞങ്ങളുടെ കടക്കാരോട് അല്ലേ, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ എന്നോട് ആരെങ്കിലും പാപം ചെയ്താൽ ഞാൻ ക്ഷമിച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ.
ക്ലിയറാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ അങ്ങനെ ക്ഷമിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ദൈവം ഒരിക്കലും എൻ്റെ പാപങ്ങൾ ക്ഷമിക്കത്തില്ല. ആണല്ലോ, ഈ യോഹന്നാൻ ലേഖനത്തിൽ വായിച്ചില്ലേ, പാപമില്ല എന്ന് പറയുന്നവൻ കള്ളനാകുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വെളിപ്പെടും. ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും ചിന്തയിൽ പാവം വെളിപ്പെട്ടില്ലേ? ഒന്ന് രണ്ട് പേര് സ്തോത്രമൊക്കെ പറഞ്ഞു, ബാക്കിയൊന്നും പറഞ്ഞില്ല. അല്ല, നമ്മളൊക്കെ വിചാരം നമ്മളൊക്കെ വിശുദ്ധന്മാരായതുകൊണ്ടല്ല. നമ്മുടെ ആത്മാവ് മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മുടെ സോൾ ഇന്നും കിടക്കുകയാ, പഴയത് തന്നെയാ, ആദമിന്റെ സന്തതിയെ കിടക്കുകയാ. ഓക്കെ, ഞാൻ വിടുകയാ. എന്നിട്ടാ പറയുന്നത്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. ഇല്ലെങ്കിൽ ഇത് വെച്ചെന്നറിയാമോ, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കില്ല. ഇത് നിമിത്തം നമ്മുടെ ടോപ്പിക് എന്താ? ഇത് നിമിത്തം ബലഹീനായിത്തീരുന്നു, ബന്ധിക്കപ്പെടുന്നു, രോഗിയായിത്തീരുന്നു. നമ്മൾ എത്രയോ വിശ്വാസികളാ ഇതുപോലെ പ്രിമച്വർ ഡെത്ത് സംഭവിച്ചു പോകുന്നത്. പ്രായപൂർത്തിയാകാതെ ദൈവം തന്നിരിക്കുന്ന നമുക്ക്, എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചും ഒരു പുസ്തകം സ്വർഗ്ഗത്തിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ദിവസം ചെയ്തു പോരേണ്ടത്. എഫെസ്യർ 2-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, നാം ഓരോ ദിവസം ചെയ്തു പോരേണ്ടതിന് സ്വർഗത്തിൽ എഴുത്തുണ്ട്. ആണോ? അല്ലേ? നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ അധികാരം നമുക്കില്ല. നമ്മൾ ചെയ്യുവാൻ സ്വർഗത്തിൽ മുൻ നിയമിച്ച കാര്യങ്ങളുണ്ട്. അത് ചെയ്യാതെ പുസ്തകം ഷോറൂം കണ്ടീഷനായി അവിടെ തന്നെ ഇരിക്കുക ഇപ്പോഴും. അല്ല, അതിൽ മുഴുവൻ എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ ദിവസം ടിക്കിടാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവ് ക്രൂശിക്കെടുക്കാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്. ഞാൻ പിതാവ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന താളുകളും പേപ്പറും ഞാൻ ഫിനിഷ് ചെയ്തു, കുത്തിട്ടു, ശുഭം എൻ്റെ എഴുതി ഒപ്പിട്ട്. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു എന്ന് പറഞ്ഞാൽ ആ പുസ്തകം 100-200 പേജിന്റെ പുസ്തകമായിരിക്കും. അത് മുഴുവനും തിരിച്ച് മറിച്ച് അവസാനം എഴുതി കുത്തിട്ട്. നമ്മുടെ ജീവിതം അത് തന്നെയായിരിക്കണം. നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാനില്ല, അവിടുത്തെ പുസ്തകത്തിൽ എഴുതിയത് ചെയ്തു പോരാൻ വേണ്ടി. ഞാൻ വിടുകയാണ്, നമ്മൾ വിഷയം വിട്ടു പോകുന്നു. അപ്പോൾ ഇവിടെ പറയും, നാം ക്ഷമിച്ചു കൊടുത്തേ മതിയാകും. ക്ഷമിക്കുന്നതിന് അർത്ഥം പറഞ്ഞാൽ ടു സെൻഡ് അവേ, അല്ലെങ്കിൽ ഫ്രീ, മുഴുവനുമായി പറഞ്ഞു വിടുക. ഇവിടെ വഴക്ക് തീർക്കുമ്പോഴേ, ഞാൻ കെട്ടിയൊക്കെ പിടിച്ചു പറയും, ഞാൻ ക്ഷമിച്ചിരിക്കും എന്നൊക്കെ പറയും. എന്നിട്ട് പുറത്തേക്ക് വയ്ക്കുമ്പോൾ ഒന്നോരുണ്ടല്ലോ. അപ്പോ ഈ ക്ഷമിക്കാൻ അർത്ഥം ടു സെൻഡ് അവേ, പറഞ്ഞു വിടാൻ കഴിയുന്നില്ല. നിങ്ങൾ വീട്ടിൽ പോയി പരിശോധിക്കുക. ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക. ഇങ്ങനെ ആദ്യം മുതൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് അറിയാതെയൊക്കെ നിറയുവാണെങ്കിൽ ഓർത്താൽ മതി, എവിടെയോ പുള്ളിക്കാരൻ മണി വന്നിട്ടുണ്ട് നമുക്ക് കിട്ടില്ലേ. കാരണം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയുന്നു, നമ്മുടെ ചിന്തകൾ പോകുന്നുണ്ടെങ്കിൽ ഇന്നും ക്ഷമിക്കാത്ത എവിടെയെങ്കിലും സ്ഥലം കിടക്കുകയുണ്ട്. ഞാൻ ടിപ്സ് തരിക നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി, നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയാ. നിങ്ങൾക്ക് ഭാര്യയോട് ക്ഷമിക്കാൻ കഴിയാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കുക, ശാന്തമായിട്ട് ഇന്ന് പരിശോധിക്കുക. എവിടെയെങ്കിലൊക്കെ നമ്മുടെ ആ നീരസങ്ങൾ, മുറിവുകൾ, കയ്പുകൾ ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയാതെ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങും, കണ്ണുകളിൽ ഈറനണിയാൻ തുടങ്ങും. ഓർത്താൽ മതി, എവിടെയോ എൻ്റെ ഭാര്യയോട് ക്ഷമിക്കാനുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? അതിനർത്ഥം ഇന്നും ക്ഷമിച്ചത് ടു സെൻഡ്, പുറത്തേക്ക് കളയാൻ തക്കവണ്ണം കളഞ്ഞിട്ടില്ല, ഇന്നും അവിടെയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? എൻ്റെ ഭർത്താവിന് 100 കിലോ തൂക്കമുണ്ട്. അദ്ദേഹം എന്നോട് എന്താ ചെയ്തു? ഞാൻ അവന് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടും ആ ക്ഷമിക്കാതെ ഞാൻ ഇരിക്കുന്നുവെങ്കിൽ ആ 100 കിലോ തൂക്കവുമായിട്ടാ ആ 100 കിലോ തൂക്കവും ചുമന്നുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ശരിയാണോ? 100 കിലോ തൂക്കവും ചുമന്നുകൊണ്ടാ ഈ 50 കിലോയുള്ള ഞാൻ ജീവിക്കുന്നത്. എത്ര ഭാരമോ! സകല ഭാരങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഞാൻ അതിലേക്ക് വരും പിന്നീട്, സമയമുള്ളതുപോലെ. കാരണം മനുഷ്യന്റെ സ്ട്രക്ചർ, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഒരാകുല ചിന്തകളും ഒരു കയ്പും ഭിന്നതയും പിണക്കങ്ങൾ പോലും ഇതിനകത്ത് കൊണ്ടു നടക്കുവാൻ നമ്മുടെ സൃഷ്ടിപ്പിൽ ദൈവം അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. നിർമ്മലമാണ് നമ്മുടെ ഹൃദയം, വളരെ സോഫ്റ്റ് ആണ്, സെൻസിറ്റീവാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇതുപോലെ എന്തെങ്കിലും സഹോദരങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നറിയണം, ഒരിക്കൽ പോലും ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു തരത്തില്ല. പിന്നെ നമ്മൾ എങ്ങനെ ക്രിസ്തു ചെയ്ത് മുന്നോട്ട് കടന്നു പോകും? നമ്മുടെ പ്രശ്നം ഇതൊക്കെ തന്നെയല്ലേ.
നമ്മുടെ പ്രശ്നം ഇതല്ലേ, നമ്മുടെ ഫൗണ്ടേഷൻ അല്ലേ. ഏതാ? അയാൾ എന്നോട് അങ്ങനെ ചെയ്തു, ഇയാൾ എന്നെ അങ്ങനെ ചെയ്തു. ഞാൻ പുറത്തെ കാര്യമല്ല, വേറെ IPC ചർച്ചക്കോടിന്റെ ഏജിൽ ഒന്നുമല്ല പറയുന്നത്, ന്യൂ ലൈഫിനെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ബാക്കി ഇവിടുത്തെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്നറിയാമോ, നമുക്ക് ഫലം കൊടുക്കാൻ കഴിയാതിരിക്കുന്നതും എൻ്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കാതിരിക്കുന്നതും ഞാൻ എൻ്റെ സഹോദരനോട്, അതെൻ്റെ ഭാര്യയാകാം, ഭർത്താകാവാം, എൻ്റെ അമ്മയാകാം, അപ്പനാകാം, അല്ലേ, ആരോടെങ്കിലും ഇന്നും ക്ഷമിച്ചിട്ടില്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കും പാപക്ഷമ കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് ദൈവത്തിൽ നിന്ന് പാപക്ഷമ കിട്ടത്തില്ല. നിങ്ങൾ ഓർത്താൽ മതി, ഓരോ ദിവസവും ചിന്തയിൽ വരുന്ന പാപങ്ങൾ പിന്നീട് പഠിക്കും. നമ്മുടെ തോട്ട് ലൈഫിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ചിന്തയിൽ നിന്ന് അശുദ്ധിയും വിശുദ്ധിയും ആരംഭിക്കുന്നത്, സ്വർഗവും നരകവും ചിന്തയിൽ നിന്ന് ആരംഭിക്കുന്നത്, അല്ലേ, മരണവും ജീവനും ചിന്തയിൽ നിന്ന് ആരംഭിക്കുന്നത്. നമ്മൾ അവിടെ നമുക്ക് ക്ഷമിക്കാതെ എവിടെയും കിടന്നാലുണ്ടല്ലോ, നമുക്ക് നരകം നമ്മുടെ ജീവിതത്തിൽ നാം തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് പാപക്ഷമ കിട്ടാതിരിക്കും. കാരണം ഒരിക്കൽ പോലും ഒന്നറിയണം, നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ ദൈവം നമുക്ക് തരത്തുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നേരത്തെ വായിച്ചത്, നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിക്കും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ഓർത്താൽ മതി, ഓരോ ദിവസം ചിന്തയിൽ വരുന്ന പാപങ്ങൾ നോക്കിയാൽ മതി. പഴയ നിയമത്തിൽ പഠിച്ചാൽ ഒരു വ്യക്തി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ അവൻ വ്യഭിചാരിയാകുന്നുള്ളൂ. കൊല ചെയ്താൽ മാത്രമേ കൊലപാതകയാകുന്നുള്ളൂ, അല്ലേ? പുതിയ നിയമത്തിൽ അതല്ല. പഴയ നിയമത്തിൽ കുത്തിയിട്ട് ചത്തില്ലെങ്കിലും കുറ്റവാളിയല്ല. പക്ഷെ പുതിയ നിയമത്തിൽ കുത്തുന്നതിന് മുമ്പേ അവന്റെ ഹൃദയത്തിൽ ആ ചിന്ത വരുമ്പോൾ തന്നെ അവൻ പാപിയാണ്, അല്ലേ? ഒരു സെക്ഷൽ ചിന്ത വരുമ്പോൾ തന്നെ അവൻ പാപിയായി മാറുകയാണ്. എത്രമാത്രം വ്യത്യാസമാണെന്നറിയാമോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഓരോ ദിവസം ഒരുപാട് വന്നു പേറുകയാ, ഓരോന്നായി വന്നു പേറുകയാ. നമ്മൾ ഹൃദയം മുഴുവൻ മലിനപ്പെട്ടിരിക്കുക. നമ്മുടെയൊക്കെ ക്ലിയർ ആണോ? ഇതൊക്കെ ക്ഷമിച്ചു കിട്ടി ആ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നാം നമ്മുടെ സഹോദരനോട് കയ്പില്ലാതെ, പിണക്കമില്ലാതെ, ഈർഷയില്ലാതെ, പരിഭവമില്ലാതെ നാം ജീവിക്കാൻ പഠിക്കണം. കടക്കാരോട് എല്ലാവരോടും ക്ഷമിക്കാനുള്ള മനസ്സ്, ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും മുഖമുദ്ര. ഒന്നാമത്തെ കൽപ്പനയും രണ്ടാമത്തെ കൽപ്പനയും സമം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കണം. തുല്യമായ വെയിറ്റ്. ഇതിലെവിടെയെങ്കിലും അല്പം പിശക് പറ്റിയാൽ ഒന്നാമത്തെ കൽപ്പന തന്നെ നാം ലംഘിക്കുകയാണ്. പാപം എന്താ പാപം? കഴിഞ്ഞ മാസമൊക്കെ പഠിച്ചതാ. യോഹന്നാൻ പഠിപ്പിച്ച പാപം എന്താ? പാപം അധർമ്മം തന്നെ. ഇംഗ്ലീഷ് ബൈബിൾ പഠിക്കുമ്പോൾ അവിടെ കൽപ്പന ലംഘനമാണ് പാപം എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, മുന്നോട്ട് കടന്നു പോകാം. അതുകൊണ്ട് മത്തായി 5:4 പറയുന്നു, ദുഃഖിക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം കിട്ടും. ദുഃഖിക്കുന്നവനും ഈ ആയുസ്സിൽ അല്പമൊക്കെ ദുഃഖിക്കാന്നേ. മാനസാന്തരത്തിലുള്ള ദുഃഖമുണ്ട്, അല്ലേ? നമുക്ക് ദിവസം കരയേണ്ടി വരും. നമ്മുടെ ചില പാപങ്ങളൊക്കെ നമുക്ക് വിടാൻ വേണ്ടി ഇന്നും പറ്റിച്ചേർന്നിരിക്കുന്ന പാപങ്ങൾ നമുക്കറിയാം. നിലവിളിക്കാതെ വേറെ വഴിയില്ല ഈ ആയുസ്സിൽ. രാത്രി ഉറങ്ങുമ്പോൾ കിടക്കപ്പായ പോയിട്ട് 2 ശൂശു എന്ന് പ്രാർത്ഥിച്ചാലും രാവിലെ എണീറ്റ്, അല്ലേ, കിടക്കേമരുന്ന് ബെഡ് കോഫിയും കുടിച്ചുകൊണ്ട് എന്തെങ്കിലും 2 പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകില്ല സഹോദരങ്ങളെ. നെടുമ്പാടും വീട് കരയാൻ പഠിക്കണം ദൈവസന്നിധിയിൽ. നമ്മുടെയൊക്കെ വിചാരം നമ്മളൊക്കെ പെർഫെക്റ്റ് ആണെന്ന. ആരാ പറഞ്ഞത്? നമ്മുടെ ആത്മാവിന് മാത്രമേ വീണ്ടും ജനനം സംഭവിച്ചിട്ടുള്ളൂ. ബോഡിയും സോളും പഴയതുപോലെ തന്നെയാ, മനസ്സൊക്കെ അങ്ങനെ കിടക്കുകയാണ്. എനിക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഒരു വിശ്വാസി എത്രമാത്രം അതുകൊണ്ടെന്നറിയാമോ, നമ്മൾ ദൈവസന്നിധി നമ്മൾ അഹങ്കാരികളായി മാറുകയാണ്. ദൈവസന്നിധി അഹങ്കാരികളാ. തമാശ പറഞ്ഞ സീരിയസ് പറയുക. അവിടുത്തെ മുമ്പിൽ വന്ന്, അതുകൊണ്ടാണ് ചില സഭയിലൊക്കെ ആൾക്കാർ പായ്മയിരിക്കുന്നത്. നമ്മളിവിടെ കസേര ഏതായാലും കുഴപ്പമില്ല, കാലുമേലും കാല് കയറ്റി വെച്ച് നമ്മളൊക്കെ ഇരിക്കുന്നത് പലപ്പോഴും. എത്രമാത്രം ധാരണമായ ദൈവമയമില്ലാത്ത അനുഭവങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഞാൻ മുന്നോട്ട് കടന്നു പോകുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? മാർക്ക് എന്ത് മിണ്ടാതിരിക്കുന്ന എല്ലാവരും?
ഈ ഡെലിവറൻസ് ക്ലാസ് പ്രശ്നമാണ്, നമ്മുടെ ഹൃദയത്തെ കുത്തുകൊള്ളുകയാണ്. അപ്പോ പോട്ടെ, മുന്നോട്ട് കടന്നു പോട്ടെ. മാർക്കോസ് 11:25 മുതൽ 26 ഒരു വാക്യം വരെ. മാർക്കോസ് 11:25 മുതൽ 26 വരെ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവും നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കില്ല. അങ്ങനെയല്ലേ? ഇതിനൊക്കെ എന്തെങ്കിലും വ്യാഖ്യാനം വേണോ? അല്ലേ? ഒരാളും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന്. പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞു. എന്താ പ്രാർത്ഥന? ദൈവത്തോട് ഞാൻ സംസാരിക്കുക, അല്ലേ? ആണല്ലോ. ബൈബിൾ വായിക്കുന്നത് ഞാൻ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാ. എൻ്റെ പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കാൻ വേണ്ടിയാ. അപ്പോൾ അതെൻ്റെ കുറവുകൾ പറയുന്നതായിരിക്കാം, എൻ്റെ ആവശ്യങ്ങൾ പറയുന്നതായിരിക്കാം, അല്ലേ? മറ്റു സഭയെക്കുറിച്ചുള്ള ഭാരം പറയുന്നതായിരിക്കാം, ഇല്ലേ? എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഭാരം പറയും, എന്തുമാകട്ടെ. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ, അല്ലേ, അവനോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാതെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് പിഴകളെ ക്ഷമിക്കുകയില്ല. ഇത് നിമിത്തം ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അറിയാമോ? ഭാരങ്ങൾ കൂടാൻ തുടങ്ങി. കടങ്ങൾ എൻ്റെ അകത്ത് കൊടുത്തു തീർക്കേണ്ട കടങ്ങൾ. എന്താ കൊടുത്തു തീർക്കേണ്ട കടങ്ങൾ? അവരുടെ പാപങ്ങൾ, അല്ലേ? അവർ എന്നോട് ചെയ്തതാവട്ടെ, എന്തുമാകട്ടെ, അതെൻ്റെ അകത്ത് വർദ്ധിക്കാൻ തുടങ്ങി. ഈ ഓരോ ദിവസം ക്ഷമിച്ചു കളയേണ്ടതിന് പകരം ഓരോന്നായി എൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ കയറി വരികയാണ്. ഞാൻ ഇന്നൊരു കാര്യം സംഭവിച്ചു, ക്ഷമിക്കാതെ അകത്ത് മൂടി വെച്ചു. നാളെയും ഇത് വേറെ സംഭവിക്കുമ്പോൾ അത് വീണ്ടും ഇവിടെ വരികയാ, ക്ഷമിച്ചില്ല. ഇതുപോലെ ഓരോ ദിവസങ്ങൾ കൊടുത്തു തീർക്കേണ്ട കടങ്ങൾ ഞാൻ കൊടുക്കാതെ, പണത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, എന്നോട് ചെയ്ത പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. അതെൻ്റെ അകത്ത് വരും തോറും എൻ്റെ ഹൃദയം കഠിനമാകാൻ തുടങ്ങും. ആണോ? ഞാൻ ഒന്ന് പറയാം, നമ്മൾ പാപങ്ങൾ ഏറ്റുപറയാൻ പഠിച്ചേ മതിയാകത്തുള്ളൂ. സഹോദരങ്ങളോട് ക്ഷമിക്കാൻ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്ത്യ ജീവിതം അമ്പേ പരാജയമാണ്. നമ്മൾ ആരാന്നറിയാമോ? ദൈവത്തിന്റെ മക്കളാണ് നമ്മളെല്ലാവരും. സർവശക്തനായ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് നിയമിച്ച് കൺട്രോൾ ചെയ്യുന്ന സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായ ദൈവത്തിന്റെ മക്കളാണ് നമ്മളൊക്കെ. എന്നിട്ട് നമ്മൾ ദാസന്മാരെക്കാൾ എത്രമാത്രം താഴേക്ക് നമ്മൾ പോകുന്നു. ദാസന്മാരെക്കാൾ കഷ്ടമായിട്ട് ഈ ആയുസ് ദൈവം നമ്മളെ വിളിച്ചത്. അവനിവിടെ ലോകത്ത് ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് പലതും ചെയ്യാൻ കഴിയും. പക്ഷേ അവനിന്ന് നമ്മളെയാണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. സുവിശേഷം പറയാൻ ദൂതന്മാരോട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ആ ദൂതന്മാർ സ്വർഗം ഇങ്ങനെ, ഒരു ഭക്തർ ഇങ്ങനെ എഴുതി വെച്ചു, ദൂതന്മാർക്ക് സുവിശേഷം പറയുവാൻ ഓർഡർ കൊടുത്താൽ സ്വർഗം വരെ ശൂന്യമായി പോകുമെന്ന്. കാരണം അത്രയ്ക്കും സന്തോഷകരമായ കാര്യമാണ് സുവിശേഷം പറയേണ്ട കാര്യം. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഈ ഭൂമിയിൽ ദൈവം നമ്മൾ എത്രമാത്രം വിലയേറിയ പ്രവൃത്തികൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ഒറ്റ കാര്യമാണ്. നമ്മുടെ സഹോദരങ്ങളോട് ഇന്നും നമുക്ക് കടങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ പരിശോധിച്ചാൽ മതി. ഇത് പറയുമ്പോൾ ശരിയാ, എൻ്റെ ഭർത്താവ് എന്നോട് ഇപ്പോഴും ക്ഷമിച്ചിട്ടില്ല. നമ്മളിപ്പോൾ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ? നമ്മളിപ്പോൾ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, എൻ്റെ ഭാര്യ, അതെ ഇന്നും അതെ, അവൾ അങ്ങനെയാ, എന്നോട് ഇന്നും ക്ഷമിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ നമ്മോട് തന്നെ ചോദിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നാം ആരോടെങ്കിലും ക്ഷമിക്കാൻ മടി കാണിച്ചാൽ ഒന്ന് പറയാം, ദൈവത്തോട് നാം അനുസരണക്കേട് കാണിക്കുക. കാരണം വചന ലംഘനം പാപമാണ്. ദാവീദ് ഒരു വാക്യം പറഞ്ഞു 66:18. വായിച്ചേ. സങ്കീർത്തനം 66:18 ദാവീദ് ഒരു വാക്യം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ വാ തുറന്നുകൊണ്ട് ഇവിടെ പറയുന്നു, ഞാൻ എൻ്റെ വാ കൊണ്ട് അവനോട് നിലവിളിച്ചു. ഈ നിലവിളിക്കണമെങ്കിലേ ഇത്തിരിയെങ്കിലും ദൈവജീവന്റെ സംശയം നമുക്ക് തുടിപ്പ് കാണും. നമുക്ക് ദൈവത്തോട് നിലവിളിക്കണമെങ്കിൽ ഇച്ചിരിയൊക്കെ ദൈവജീവന്റെ തുടിപ്പില്ലെങ്കിലേ ഒന്ന് കണ്ണൊക്കൊന്ന് ഇറങ്ങണമെങ്കിലേ ഇച്ചിരിയെങ്കിലും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകണം നമുക്ക് ജീവിതത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ വാ കൊണ്ട് അവനോട് നിലവിളിച്ചു. എൻ്റെ നാവിന്മേൽ അവന്റെ പുകഴ്ച ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു.
ദാവീദ് പറയുന്ന വാക്കാ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതി മറച്ചു വെച്ചിരുന്നെങ്കിൽ, സഹോദരനോട് ക്ഷമിക്കാൻ കഴിയാതെ അവന് കൊടുക്കേണ്ട ക്ഷമ, അവന് കൊടുക്കേണ്ട കടം ഞാൻ വീട്ടാതെ എൻ്റെ ഹൃദയത്തിൽ നീരസമായിട്ടൊക്കെ കൂട്ടിവെച്ചിരുന്നെങ്കിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു. അപ്പോൾ ദാവീദിനെ പോലത്തെ ഭക്തന്മാർക്കറിയാം, ദൈവം നിലവിളിക്കുക, എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ സഹോദരനോട് ക്ഷമിക്കുവാൻ എനിക്ക് ഹൃദയം തരണമെന്ന് നിലവിളിക്കുക. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സാവുന്നുണ്ടോ നിങ്ങൾക്ക്? വല്ലപ്പോഴൊക്കെ സമയമടിച്ച് ആരെങ്കിലും കാണാതൊക്കെ മുറിയടച്ചെന്ന് പ്രാർത്ഥിക്കുക, നിലവിളിക്കുക ദൈവത്തോട്. ഹല്ലേലൂയ. കാരണം നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോയത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, FS ലേഖനത്തിൽ ഒരു വാക്കുണ്ട്, എന്താ? ഹൃദയം, മനസ്സ് തഴമ്പിച്ചു പോയി. ഈ തഴമ്പ് വന്ന സ്ഥലത്ത് നമ്മൾ എത്ര തൊട്ടാലും ഒരു സെൻസ് ചെയ്യാൻ കഴിയത്തില്ല നമുക്ക്. അതുപോലെ ഹൃദയം മുഴുവനും പാപങ്ങൾ കൊണ്ട് സഹോദരന്മാരെ ക്ഷമിക്കേണ്ടത് നാം ക്ഷമിക്കാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ അത് അവസാനം എന്താ പറയാ, തഴമ്പായി പോയാൽ പിന്നെ എത്ര വചനം കേട്ടാലും ഒന്നും ഉണ്ടാകത്തില്ല നമുക്ക്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പൊ ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നു എങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. അവിടെയും എങ്കിൽ കണ്ടീഷൻ കണ്ടോ നിങ്ങൾ? അല്ലേ? നമ്മൾ ഈ ഫ്രീ 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 എവിടെ നോക്കിയാലും ഫ്രീ, ഒന്നെടുത്ത രണ്ട് ഫ്രീ 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 പറഞ്ഞ്, രക്ഷയും ഫ്രീ ഫ്രീ എന്ന് പറഞ്ഞ്, അയ്യോ അങ്ങനെയൊന്നുമല്ല വേദോസം പഠിപ്പിക്കുന്നത്. ആത്മാവിന്റെ രക്ഷ ഫ്രീ, സോളിന്റെ രക്ഷ ഫ്രീ അല്ല, കണ്ടീഷനാണ്. വേണോ എൻ്റെ ജീവൻ, വേണോ നിന്റെ ജീവൻ താ. ഞാൻ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ ഞാൻ അകത്ത് സൂക്ഷിച്ചാൽ എനിക്ക് സൗഖ്യമില്ല, ഏറ്റു പറഞ്ഞാൽ സൗഖ്യമുണ്ട്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്ത്യ ജീവിതം അതാ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? ഓക്കെ. ഈ മത്തായി 6:14-15 വാക്യം വായിച്ച് നേരത്തെ വായിച്ച സെയിം വാക്യമാ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവിടെയും ഇതേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ? ഈ വാക്യം വായിക്കുമ്പോൾ ഈ മാർക്കോസ് 11 25, 26, 26 വാക്യങ്ങൾ നാം പഠിച്ചില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുമെന്ന് പറയുന്ന ഈ വേദവാക്യത്തിന് തൊട്ടുമോളിൽ 22, 23 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ വേദവാക്യത്തിൽ തൊട്ടുമോളിൽ നമുക്കൊരു വാക്തത്വം കിടക്കുന്നുണ്ട്. നമുക്കൊരു വാക്തത്വം. എന്നിട്ടാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്ന് പറയുന്നത്, ഇല്ലേ? ഞാൻ സ്പീഡ് കൂടുതലാണോ? ഇല്ല. ശ്രദ്ധിച്ചേ, നമ്മൾ നേരത്തെ വായിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കാച്ചാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞ് തൊട്ട് മോളിൽ കിടക്കുകയാണ്. ഇത് പറയുന്ന തൊട്ട് മോളില് എന്നറിയാമോ? യേശു അവരോട് ഉത്തരം പറയുന്നത് വായിച്ചേ. മതി, ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ വചനം പറയുന്നു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട്, ഇതാരോടാ പറയുന്നത്? നമുക്കുള്ള വാക്തത്വമാണ്, എനിക്കും നിങ്ങൾക്കുമുള്ള വാക്തത്വങ്ങളാ. ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അമ്മയെ പണ്ട് കുഞ്ഞുനാളിൽ പറയില്ലേ, അമ്മയാണ് സത്യം, ഞാൻ പേരെ എടുത്തിട്ടില്ലെന്ന് പറയൂലേ? അതുപോലെ കർത്താവ് സത്യമിട്ട് പറയുക, സത്യമായവൻ സത്യമിട്ട് പറയുക, നിങ്ങൾ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് സംഭവിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ വാക്യത്തിൽ തൊട്ട് മോളിൽ പറയുക, നിങ്ങൾ ഒരു മലയോട് പോയി ചാടി വീഴാൻ പറഞ്ഞാൽ അത് അവിടെ പോയി സംഭവിക്കും. ഇവിടെ കൊതുകിനോട് പറയാ, കൊതുക എന്ന് പറഞ്ഞാൽ കൊതുകട നമുക്ക് കുത്തിക്കൊണ്ടിരിക്കും, പിന്നെ നമ്മൾ പോകും. കൊതുക് ഇവിടെ തന്നെ കുത്തിക്കൊണ്ടിരിക്കും, നമ്മൾ പോകേണ്ട ഗതികേടാ. ഇവിടെ ഒരു മലയോട് ഇവിടെ പറയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ സംഭവിക്കാതിരിക്കുന്നത് ദൈവം കുറവുള്ളത് കൊണ്ട്, കുറവുള്ള ദൈവമായതുകൊണ്ടല്ല, ദൈവം നമുക്ക് കൃപാവരങ്ങൾ തരാത്തത് കൊണ്ടല്ല. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിൽ സകല കൃപാവരം വന്നിട്ടുണ്ട്. 2 പത്രോസ് 1:3-4 വാക്യം പഠിക്കുമ്പോൾ ജീവനും ഭക്തിക്കും നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതും നിങ്ങളുടെ മിനിസ്ട്രിക്ക് ആവശ്യമായതും നിങ്ങളുടെ ആത്മജീവിതത്തിന് ആവശ്യമായതല്ലേ ദാനമായി നൽകിയിട്ട കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അവൻ കുറവുള്ളവനല്ല, നമ്മുടെ പ്രവൃത്തികൾ കണ്ടിട്ട് ദാനം തരുന്നവനല്ല. മനുഷ്യൻ അങ്ങനെയാണ്. നമ്മൾ മറ്റുള്ളവരുടെ പ്രവൃത്തി കണ്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്.
പക്ഷേ ദൈവം നമ്മുടെ പ്രവൃത്തി കാണാതെ എന്നെ വിളിക്കുമ്പോൾ തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. ജീവനും ഭക്തിക്കും സകല കൃപാവരങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ എനിക്ക് വിശ്വാസത്തിന്റെ അഭ്യാസം നടത്തണം, അല്ലേ? വിശ്വാസത്തിൽ അഭ്യസനം, വിശ്വാസത്തിൽ അഭ്യസനം. മറ്റേ അഭ്യാസമല്ല, നമ്മുടെ കയ്യിലെ മറ്റേ അഭ്യാസമല്ല. അത് നമ്മളൊക്കെ അതിൽ PhD എടുത്ത ആൾക്കാരാണ് നമ്മൾക്കത്, അല്ലേ? ഇതല്ല, വിശ്വാസത്തിന്റെ അഭ്യസനം. അതിവിടെ സംഭവിക്കേണ്ട കാര്യമാണ്. പറഞ്ഞാൽ മല പോയി കടലിൽ പോയി വീഴേണ്ടതാ. അതുപോലെ ആ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുപോലത്തെ അത്യുന്നതന്റെ ആത്മാവ എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വാസം ചെയ്യുന്നത്. അതുപോലെ കൃപാവരങ്ങൾ നമ്മുടെ അകത്തുള്ളത്. പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? 22-23 വാക്യങ്ങളിൽ പറയുന്നു ഇതുപോലെ, കാരണം നിങ്ങൾക്ക് വിശ്വാസമുള്ളവരായിരിപ്പിൻ, അല്ലേ? പേരുകൊണ്ട് നമ്മൾ വിശ്വാസിയാ, പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തില്ല? വിശ്വാസമില്ല. കാരണം ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ, കാരണം ഹൃദയം മുഴുവനും വേറെ പല കാര്യങ്ങൾ, അല്ലേ? അപ്പൊ ഇതുപോലെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയാതെ സംഭവിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാ തൊട്ട് നമ്മൾ നേരത്തെ വായിച്ചത് 25-26 വാക്യം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ സംഭവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാ? എൻ്റെ മറ്റേ ബാഗിൽ ഒരു വിസിൽ ഉണ്ടായിരുന്നു, എൻ്റെ ഈ ബാഗിലില്ല. അത് പി ഇല്ലേ? ഞാൻ 3-4 ഉണ്ട് എനിക്ക് സ്ഥിരം ആവശ്യമുള്ള കാര്യം അത്, വിസില്. കാരണം വേറെ വഴിയില്ല. എൻ്റെ ബാഗിലൊക്കെ ഉണ്ട്, ഈ ബാഗിലില്ല, പഴയ ബാഗിലുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ അഭ്യസനം നടക്കാൻ കഴിയാതിരിക്കുന്നത് നമ്മൾക്ക് ആരുടെയൊക്കെയോ എന്താ പറയുക, ക്ഷമിക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ആരെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മ വിചാരിക്കും മറ്റുള്ളവരല്ല, നാം തന്നെയാണ് പ്രശ്നക്കാരൻ. എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് അഭ്യസനം നടക്കുന്നുവെങ്കിൽ തീർച്ചയായും കുഴപ്പമില്ല. അതല്ല, ഇന്നും എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ സംഭവിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ ആരോടൊക്കെ ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്നുണ്ട്. ഈർഷ്യയും പിണക്കവും പരിഭവവും വഴക്കും, ഇല്ലേ, കയ്പും ഭിന്നതകളും എൻ്റെ ഹൃദയത്തിൽ എവിടെയുണ്ട്. ക്ഷമിച്ചു കൊടുക്കേണ്ടത് ക്ഷമിച്ചു കൊടുക്കാതെ ഞാൻ ഇരിക്കുന്നത് കൊണ്ടാ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്നത്. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? ക്ലിയർ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, 6 മാസം മതി. 1-ാം നൂറ്റാണ്ടിൽ ഞാൻ പിന്നീട് എപ്പോഴും നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് പിന്നീട് എപ്പോഴും എടുത്തോളാം. ഇതുപോലത്തെ സഭ ലോകത്തുണ്ടായിട്ടുണ്ടോ? പിന്നീട് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച് നടക്കുന്ന സഭ പിന്നീട് ഏതെങ്കിലും തലമുറയിൽ കണ്ടിട്ടുണ്ടോ? ഈ തലമുറയിൽ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞർത്ഥം മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വിശ്വാസത്തിന്റെ അഭ്യസനം ഈ തലമുറയിൽ ഒരു തലമുറയിലും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ തലമുറയിൽ ഉണ്ട്. അത് വിശ്വാസത്തിന്റെ അഭ്യസനമല്ല, അശുദ്ധാത്മാവിന്റെ അഭ്യസനമാണ്. മറഞ്ഞും കെട്ടി വീഴുക, കള്ളപ്രവചനങ്ങൾ വരിക, അല്ലേ? ഞാൻ നിന്നെ നോക്കി ഒരു പ്ലെയിൻ കാണുന്നു, ഒരു മുന്തിരിക്കൊല കാണുന്നു, ഒരു തേനൊഴുകി വരുന്നത് കാണുന്നൊക്കെ പറഞ്ഞ് കള്ളപ്രവചനങ്ങൾ ചെയ്യുന്നതൊക്കെ ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾക്ക്. അത് വിശ്വാസത്തിന്റെ അഭ്യസനമല്ല, അത് വിശ്വാസത്തിന്റെ അഭ്യാസമാണ്. വാണിഭമാക്കി മാറ്റുകയാണ് നമ്മളെ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ വിശ്വാസം ഇന്നും അഭ്യസനം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒറ്റ രോഗമേ ഉള്ളൂ. നമുക്കൊരൊറ്റ രോഗമേ ഉള്ളൂ. അത് ചെറിയൊരു ഡോളിൽ അവസാനിക്കുന്ന രോഗമേ ഉള്ളൂ നമുക്ക്. ഒരു ചെറിയ പെനിഡോള എന്ന് പറയില്ലേ, പണ്ടെടുത്ത് പറഞ്ഞ പോലെ ചെറിയൊരു ഗുളികയിൽ 1 രൂപയുടെ ചെറിയ ഗുളിയെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ആ രോഗം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുക. കാരണം കയ്പും ഭിന്നതയും പിണക്കൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നാൽ ദൈവം പോലും നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ അഭ്യസനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഇതുപോലെ വാഗ്ദത്തങ്ങളും അവകാശങ്ങളുമുള്ള ഒരു ജനതയെ ഈ ഭൂമിയിൽ ഏതെങ്കിലും രാജ്യത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അമേരിക്കയിലുണ്ട്, അമേരിക്ക. പിന്നെ UK ഉണ്ടത്. അതാണ് എല്ലാവരും UK അമേരിക്കയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇതുപോലത്തെ ഒരു ജനത വേറെ എവിടെയുണ്ട് സഹോദരങ്ങളെ? വാഗ്ദത്തങ്ങളാൽ പെരുമഴ പോലെ, അല്ലേ? പെരുമഴ, വാഗ്ദത്തങ്ങളുടെ പെരുമഴയുള്ള. അടുത്ത ആഴ്ച നാളെ മുതൽ അതാ സംസാരിക്കാൻ പോകുന്നത്. ഒരെണ്ണം മാത്രം. അതിന് 5-8 ആഴ്ച എടുക്കും മിക്കവാറും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ?
ഒരു ജനതയും ഈ ഭൂമിയിലില്ല നമ്മെ പോലെയുള്ള. പക്ഷേ നമുക്കത് അഭ്യസിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം, നാം സഹോദരങ്ങളുമായുള്ള പിണക്കങ്ങൾ ഇന്ന് എവിടെയോ അവസാനിപ്പിച്ചിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട്, ഇല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട്, ഇല്ലെങ്കിൽ അമ്മയോട്, അപ്പനോട്, മക്കളോട്. ഒരിക്കൽ പോലും ഞാൻ പറയാം, ഇത് ക്ഷമിച്ച് നമ്മൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, നമ്മൾ പറയും ക്ഷമിച്ചു എന്നൊക്കെ പറയൂലേ, അല്ലെങ്കിൽ ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചു വരും, ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങും. ഓർത്താ മതി, അകത്തുനിന്ന് പോയിട്ടില്ല. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി, പാസ്റ്റർമാരെ പറ്റിക്കാൻ വേണ്ടി പറയും, പുറത്തുറയും ഞാൻ ക്ഷമിച്ചു എന്നിരിക്കുന്നൊക്കെ. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാ. വീട്ടിൽ പോയിരുന്നിട്ട് ഒന്ന് എന്നോട് വഴക്കുണ്ടായിരുന്ന ഏതെങ്കിലും ഭർത്താവോ ഭാര്യയോ അപ്പനോ അമ്മയോ ഏതെങ്കിലും നാട്ടുകാരോ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേരൊന്ന് മനസ്സിലേക്ക് ഇടുക. ഒരു ഇതാണ്, എന്താ, ഹോംവർക്കാണ്. ഹോംവർക്ക്. നിങ്ങൾ കണ്ണടച്ച് വീട്ടിൽ പോയിരിക്കുക, ആരും ഉണ്ടാകരുത്. ഇഡ്ലി നാട്ടുകാരെ വീട്ടിൽ തല്ലും നമ്മളല്ലേ. ആരുമില്ലാതെ നിങ്ങൾ വീട്ടിൽ മുറി അടച്ചിരുന്നിട്ട് ഈ ഒരു പേര് തോമസ് ഊട്ടി, ഇപ്പൊ ഇവിടെ ആരും ഇല്ല അല്ലേ, ഒരു പേര് തോമസ് ഊട്ടി പണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തതാ. ആ പേര് ഞാൻ മനസ്സിലേക്ക് ഓർക്കുക. ഓർക്കുമ്പോൾ മൗനമായിരുന്നാൽ മതി. ഓർക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എൻ്റെ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങുന്നു, എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങുന്നു. ഓർത്താൽ മതി, തോമസ് ഊട്ടി ഇന്നും ഇതിനകത്ത് പോയിട്ടില്ല. 80-90 കിലോ തൂക്കമുള്ള തോമസ് കുട്ടി ഇതിനകത്തുനിന്ന് എത്ര വട്ടം ക്ഷമിച്ചു കൊടുത്തതാ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഒരു ഹോംവർക്ക് തരിക നിങ്ങൾക്ക്. ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഒരു നല്ലൊരു ക്രിസ്ത്യ ജീവിതം ജീവിക്കും നമുക്ക്. നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ ചിതറിയോടും പിശാചും സൈന്യങ്ങളും, ചിതറിയോടും. നമ്മളൊന്ന് യഥാർത്ഥമായൊരു ഭക്തൻ, വചനത്തെ അനുസരിക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് നിന്നാലുണ്ടല്ലോ, ഈ 33.33% ദൂതന്മാരും ചിതറിയോടിക്കളയും. കാരണം നമ്മൾ യഥാർത്ഥമായ വചനത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഇന്നും ഞാൻ പറഞ്ഞത്, ഒന്നാമത്തെ കൽപ്പനയും കഴിഞ്ഞ 2-3 മാസങ്ങളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്, 2 കൽപ്പനയും തുല്യ വെയിറ്റാ. പിശാച് നമ്മളെ ചതിക്കുക സഹോദരങ്ങളെ. ക്ഷമിക്കരുത്, അവനാണ് പ്രശ്നക്കാരെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരും പിശാച്, ഇല്ലേ? അവൻ വരട്ടെ, അവനാണ് എന്നോട് പറഞ്ഞത്. അയ്യോ, അങ്ങനെയൊന്നും വേദോസം പഠിപ്പിക്കുന്ന പോലുമില്ല നമ്മളെ. ഒരു ദിവസം ഞാൻ അതിനെക്കുറിച്ച് എടുത്തോളാം. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് കൂട്ടുകാരോട് ക്ഷമിക്കാത്ത മനസ്സുമായി നമുക്ക് പ്രാർത്ഥിക്കാനിരുന്നാൽ ഒരിക്കൽ പോലും നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. അത് മാത്രമല്ല, ക്ഷമിക്കാൻ കഴിയാത്ത ഹൃദയം ഈ ലോകത്തിലെ ഏറ്റവും വലിയ തടവറയാണ്. അതുകൊണ്ട് ചില ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ പറയില്ലേ, എന്തൊട്ട് മൂകതയാടാ, ഇല്ലേ? ഞങ്ങൾ ഇന്ന് 2 ദിവസം മുമ്പ് പറയുള്ളൂ, അല്ലേ? എന്തൊക്കെയോ, എന്താ ഒരു വാക്കാണ്, മലയാളത്തിൽ വാക്കുണ്ടല്ലോ, ദുരൂഹത. നല്ല വാക്കതാ. എന്തൊക്കെയോ ദുരൂഹത, ഇല്ലേ? എന്തൊക്കെയോ ഒരു ഭക്തന് നല്ലോണം അറിയാം, വന്നു നിൽക്കുമ്പോൾ അറിയാം ദുരൂഹതയാണോ മറയാണോ, നമുക്ക് നല്ലോണം അറിയാം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? അതുകൊണ്ട് ഈ തടവറയിൽ നാം കഴിയാതെ എഴുന്നേറ്റ് വരാം. നമുക്ക് പിശാച് നമ്മളെ ചതിക്കുക. നമുക്ക് എന്തെങ്കിലും പേരും പെരുമയുണ്ടോ? അവൻ എന്നെ കൊച്ചാക്കി, ഇവൻ എന്നെ കുഞ്ഞാക്കി എന്നൊക്കെ പറഞ്ഞ കാര്യമുണ്ടോ? നമ്മൾ ഈ വലിയവനായിട്ട് ഇരിക്കുന്നതുകൊണ്ടല്ലേ നമ്മളെ കൊച്ചാക്കുന്നത്. ഈ കൊച്ചിനെ പിടിച്ച് കൊച്ചാക്കാൻ പറ്റുമോ? നമ്മൾ താഴെ ഇരിക്കുന്ന ആൾക്കാർ, നമ്മൾ അത്ര വിചാരിച്ചാൽ മതി. ഒരു പേരുമില്ല, എന്നെ പാസ്റ്ററെന്ന് വിളിക്കണ്ട, അല്ലേ? ഒരു പെരുമയുമില്ല നമുക്ക്. നമ്മൾ കുഞ്ഞാന്ന് വിചാരിച്ചാൽ അവൻ എന്നെ കൊച്ചാക്കി, പിന്നെ ഞാൻ എങ്ങോട്ട് കുഞ്ഞാങ്ങാനായി? ഒന്നാതെ കുഞ്ഞാ. നമ്മൾ വലിയ ആളായിട്ടിരിക്കുമ്പോഴാ അവൻ എന്നെ കൊച്ചാക്കി, അത് മതി, പിന്നെ അകത്ത് നീരസം പൊങ്ങാൻ, ഇല്ലേ? നമുക്ക് വിശ്വാസത്തിന് യാതൊരു പ്രവൃത്തികളും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നാം തന്നെ സ്വയം വഞ്ചിക്കപ്പെടുകയാ, നാം തന്നെ തടവറയിലേക്ക് പോകുകയാണ്. യഥാർത്ഥമായ ഈ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളിന്ന് മാനസാന്തരപ്പെട്ടു പോവുകയാണെങ്കിൽ ഒരു സത്യം പറയാം, അടുത്ത ആഴ്ച മുതൽ, അല്ലെങ്കിൽ നേരം വെളുക്കുന്നതിന് മുതൽ നമ്മുടെ ജീവിതം കർത്താവിന് പ്രസാദകരമായിരിക്കും. നമ്മൾ അവൻ്റെ കയ്യിലെ ഉപകരണമായിരിക്കും. അവൻ്റെ കയ്യിൽ ഉപകരണമായിരിക്കും നമ്മൾ. കാരണം ദൈവത്തിന് ഉപയോഗിക്കുന്ന ഈ തലമുറ അത് ആളുമില്ല. എല്ലാവരും എന്തൊക്കെയോ ബന്ധിക്കപ്പെട്ടും എന്തൊക്കെയോ കിടക്കുക. യേശുവിന്റെ പ്രാർത്ഥന പഠിച്ചാൽ, അല്ലേ, യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചാൽ, ദിസ് ഈസ് ദി ലാസ്റ്റ് പ്രയർ ഓഫ് ജീസസ് ഓൺ ദി ക്രോസ്, അല്ലേ, പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒരൊറ്റ വാക്യം മാത്രം ഞാൻ വായിച്ചു പോവുക. ലൂക്കോസ് 23:34. എന്താ? ലൂക്കോസ് 23:34 വാക്യം പറയുന്നു, എന്നാൽ യേശു ഇവർ ചെയ്യുന്നത്, വായിച്ചോ. എന്നാൽ യേശു പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ.
യേശു കാൽവരി കുരിശിൽ കിടക്കുമ്പോൾ യേശു പറഞ്ഞ വാക്യമാണ്, ഈ പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കുമേ. യേശുവിന് അറിയാൻ പാടില്ലേ? എല്ലാം അറിയാം. ഇവിടെ നോക്കിയ, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായ കൊണ്ട്. ഈ യേശു അറിയാൻ പാടില്ല ഇന്നലെ രാവിലെ അല്ലെങ്കിൽ കുറച്ച് മുമ്പ് 10 മിനിറ്റ് മുമ്പ് ആ റോമപ്പെട്ട ആൾക്കാരൻ അല്ലേ, ആ പുള്ളി എന്റെ ചെങ്ങിട്ട് കുത്തിയതും അടിച്ചിറക്കിയതും കണ്ടില്ലേ യേശു? യേശു അല്ല മന്ദബുദ്ധിയൊന്നുമല്ലല്ലോ. അല്ല, യേശു നല്ല വണ്ണം അറിയാം. പക്ഷെ എന്നാലും കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ഇവർ അറിയായ കൊണ്ട് അല്ലേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്നും അല്ലേ. ഞാൻ പറയാം, യേശു കർത്താവിന് എല്ലാം അറിയാം. പക്ഷേ യേശു കർത്താവ് അവന് നല്ലവണ്ണം അറിയാം ഇവരല്ല ചെയ്യുന്നത്. ഇവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ഫോഴ്സ് പുറകിലുണ്ട്. ഇവരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇവരുടെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആണല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ എന്താ പ്രശ്നം? ഇപ്പോൾ ഒരാൾ എന്നോട് വഴക്കിട്ടു, അതിന്റെ പുറകിൽ പ്രവർത്തിക്കുവാൻ ഒരു നോർമൽ മനുഷ്യന് കഴിയുമോ? പറ്റില്ല. ഒരു നോർമൽ മനുഷ്യൻ പക്ഷെ പറ്റില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അവനെ അതുപോലെ കാണുവാൻ പഠിക്കണം. 3 കാരണങ്ങളാണ്. ഒന്ന്, അവനെയും അവന്റെ പാപത്തെയും തമ്മിൽ വേർതിരിക്കാൻ പഠിക്കണം. കർത്താവ് അങ്ങനെ ചെയ്തു. കർത്താവ് നോക്കിയപ്പോൾ റോമപ്പെട്ട ആൾക്കാർ എന്നെ കുത്തുന്നു, കയ്യഫാവും ഖന്നയൊക്കെ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. യേശു നോക്കിയപ്പോൾ അവന്റെ പുറകിൽ അല്ലെങ്കിൽ അവനെയും അവന്റെ പാപത്തെയും തമ്മിൽ വേർപെടുത്തി കാണും. ഈ പാപിയെ സ്നേഹിച്ചും പാപത്തെയും വെറുക്കുന്ന കർത്താവ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ലേ. പാപിയെ സ്നേഹിച്ച് പാപത്തെ വെറുക്കുന്ന കൽപ്പ. ഒന്നാമത്തെ കാര്യം യേശു ചെയ്ത് ഒരുവന്റെ പാപത്തെയും പാപിയെയും പാപത്തെയും തമ്മിൽ അല്ലെങ്കിൽ അവനെയും തമ്മിൽ വേർതിരിച്ച് പഠിക്കണം നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? എന്താ മിണ്ടാതിരിക്കുന്നല്ലേ? ഹലോ, എത്ര മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? രണ്ടാമത്, അവന്റെ പാപം എന്താണ് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. മൂന്നാമത്, അവരെ പുറകോട്ട് അല്ലെങ്കിൽ മുമ്പോട്ട് നയിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലേ അല്ലെ, ആരൊക്കെ എന്തൊക്കെയോ തള്ളിവിടുകയില്ലേ, ഒരു ഫോഴ്സ് പുറകെ വർക്ക് ചെയ്യുന്നില്ല, സാത്താന്റെ ഫോഴ്സ് അല്ലേ. അപ്പോ അതിനെയും കാണാൻ പഠിക്കണം. ഒന്ന്, ഒരു വ്യക്തിയെയും അവന്റെ പാപത്തെയും തമ്മിൽ വേർപെടുത്താൻ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നെന്താ, ഒരാൾ എന്നോട് തെറ്റ് ചെയ്തു, ആ വ്യക്തിയെയും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെയും അദ്ദേഹം ചെയ്ത പാപത്തെയും എന്നോട് പറഞ്ഞ വാക്കിനെയും വേർപെടുത്തി കാണാൻ കഴിയണം. 2, ആ വ്യക്തി പറഞ്ഞ വാക്കുകൾ അതെന്റെ ഹൃദയത്തിലോട് എടുത്താൽ ഞാൻ പാപിയെ നരകത്തിൽ പോകേണ്ടി വരും. അദ്ദേഹം അറിവില്ലായ്മ കൊണ്ടോ പിശാചിന്റെ ഫോഴ്സ്, പേടിക്കണ്ടേട്ടാ, പിശാചിന്റെ ഫോഴ്സിനാലോ, പറയാൻ അധികാരമുണ്ടോ? കുഴപ്പമില്ല, ഞങ്ങൾ ബന്ധമുള്ളതുകൊണ്ട്. ഫോഴ്സിനാലോ എന്റെ നേരേക്ക് പറഞ്ഞ വാക്കുകളില്ലേ, അത് ഞാൻ ഇങ്ങോട്ട് സ്വീകരിച്ചു. ഉണ്ടോ? അവൻ എന്നെ നോക്കി പറഞ്ഞതാ. എന്നെ എല്ലാവരും നോക്കിയതാണേ. കാരണം ചില വാക്കുകൾ പറയുമ്പോ ഒരിക്കലേ കോഡിങ് ഉണ്ടല്ലേ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്ത സെക്കൻഡിൽ ധനുഷ് ബ്രദർ ഇവിടെ നിന്ന് പറഞ്ഞു, ഭിന്നതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറയാ, എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിച്ചിട്ട് ഞാൻ സഭയിൽ ഭിന്നത ഉണ്ടാക്കുന്ന പറയുന്നത്. അയ്യോ, എത്ര ദാരുണമായ സംഭവങ്ങളാണെന്നറിയാമോ? എനിക്ക് പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരുപാട് സംഭവങ്ങൾ, ഞാൻ ഇവിടുത്തെ കാര്യമില്ല, പല സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്.
ലൂക്കോസ് 6:27. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകുക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ. കർത്താവ് എന്തുകൊണ്ടാണ് ഇതുപോലെ പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമെന്ന് പറയാൻ കാരണം കർത്താവിന് അറിയാം. എന്നറിയാമോ? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് തന്നില്ലേ, വീട്ടിൽ പോയി ചെയ്യാൻ ഹോംവർക്ക്. വീട്ടിൽ പോയി നിങ്ങളുടെ ശത്രുവിൻ്റെ പേരോർക്കുക. ഇന്ന് വീട്ടിൽ പോയിട്ട് എത്ര പേരുടെ ഓർക്കുമെന്നല്ലേ? അതാ പഴയ ഫോട്ടോ നോക്കിയാൽ മതി അല്ലേ? എന്നിട്ട് നിങ്ങളുടെ ആ ഓർത്ത് നിങ്ങൾ മൗനമായിരിക്കും. കുറച്ച് സമയം നിങ്ങളെ തന്നെ വിട്ടുകളയുക, ഫ്രീ ആക്കി വിടുക. ഏതൊക്കെ ചിന്തകൾ നിങ്ങളുടെ മൂടുന്നു അത് മുഴുവനും മൂടാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തേക്ക. ആ സമയം ഞാൻ പറയാം, ആ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ആരുമില്ലെങ്കിൽ പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മളെ കണ്ണുകൾ വിതുമ്പോൾ അല്ലേ, ചുണ്ടുകൾ വിതുമാൻ തുടങ്ങും, കണ്ണുകൾ ഒഴിക്കാൻ തുടങ്ങും. അതിനർത്ഥം നമ്മൾ ഇന്ന് ഇതുവരെ അവരെ പറഞ്ഞു വിട്ടിട്ടുമില്ല. ഒന്ന് നോക്കുക, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഓർത്ത് നോക്കി. നമ്മളൊന്ന് ഒരു നിമിഷം അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഇടയ്ക്കൊരു വാക്ക് പറയൂ അല്ലേ, കർത്താവേ അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കൊടുക്കണമേ എന്ന് പറഞ്ഞു പോയ ഓർത്താൽ മതി. എന്താ പ്രാർത്ഥന സൂപ്ര, കർത്താവേ അവൻ അങ്ങനെ ചെയ്തു, അങ്ങനെ ആയിരുന്നപ്പോൾ നമ്മളെയൊക്കെ പൊക്കി പറഞ്ഞ് നീതിമാന്റെ മറ്റേ പ്രാർത്ഥന ഉണ്ടല്ലോ, ഞാൻ അവനെ പോലെയല്ല, ഞാൻ യേശുവിനെ പോലെയാണ് അല്ലേ, അവനോട് ക്ഷമിക്കണം, അങ്ങനത്തെ അതല്ല ആ പ്രാർത്ഥന. ഓർത്താൽ മതി. ഇതുപോലെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല. അപ്പം അതുകൊണ്ട് എക്സസൈസാ, വീട്ടിൽ പോയി നല്ലോണം പരിശോധിച്ചോ. ഓരോ ആൾക്കാരെ, ഭർത്താവിന്, ഭാര്യയെ, അമ്മേനെ, അപ്പനെ, നാത്തൂന് അല്ലേ, പിന്നെ പാസ്റ്റർ നോക്കിക്കോ. പാസ്റ്ററോട് ഇപ്പൊ ഇത്തിരി ദേഷ്യമൊക്കെ തുടങ്ങി എല്ലാവർക്കും. ഓക്കെ, സ്തെഫാനോസിന്റെ വാക്കുകൾ നോക്കിയാൽ അപ്പോസ്തലപ്രവൃത്തി 7:60 വായിക്കുമ്പോൾ, കർത്താവ് യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. ഇത് നമ്മൾ ദിവസം പറയുന്ന കാര്യമാണ്. കർത്താവായ ആത്മാവേ, ഞാനും പറയാറുണ്ട് ഇടയ്ക്ക്, ഞങ്ങളുടെ സഹോദരന്മാർ തമ്മിൽ പോകുമ്പോൾ, കർത്താവേ ഇവരുടെ ഇടയിൽ എന്നെ ഇടാതെ ഇവരെ അങ്ങ് കൊണ്ടുപോകുന്ന ഞാനും പറയാറുണ്ട്. അവരെ അങ്ങ് കൊണ്ടുപോകാനായിട്ട് ഇല്ലേ, എന്തുവാകട്ടെ, കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് ഉറക്കെ വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതമാവട്ടെ, ഏത് മേഖലയിലാവട്ടെ, അവിടേക്ക് നമ്മുടെ ജീവിതത്തിൽ പങ്കാളികൾ നമ്മോട് അതിക്രമം, ചീത്തവാക്ക് പറഞ്ഞു വരുമ്പോൾ നമുക്കും ഇതുപോലെ ഒന്ന് പറയാൻ കഴിയുമോ? പറ്റില്ല, എനിക്കറിയാം. പക്ഷേ പ്രാക്ടീസ് ചെയ്തേ മതിയാവും. നമ്മുടെ ഓരോ ദിവസം പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് ക്രിസ്ത്യൻ ജീവിതം അതാ, ഒരായുസ് നൽകിയിരിക്കുന്നത്. ഈ 1 പത്രോസ് 1:9 പറയുന്നു, വിശ്വാസത്തിന് അന്തമായ ദേഹിരക്ഷ. ഒരു വിശ്വാസത്തിന് അവസാനം വരെ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാ. മലയോട് പറഞ്ഞു പോയി കടലിൽ പോയി ചാടി വീഴാൻ പറഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാ. ഇന്ന് പറഞ്ഞു പോയില്ല, അപ്പോൾ ഓർത്താൽ മതി എന്തൊക്കെയോ സാധനം ഇവിടെയുണ്ട്. ഒന്നിലെ വിശ്വാസത്തിന്റെ കുറവ്. വിശ്വാസം എന്താണെന്ന് ക്ലാസ് വരുന്നാളിൽ പഠിക്കും. ഇന്ന് ലോകത്തിൽ കേൾക്കുന്ന വിശ്വാസമല്ല ഞാൻ പറയാൻ പോകുന്നത്, വേറെ വിശ്വാസത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഓരോന്നായി നമ്മൾ പരിഹരിച്ചു പോകുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞതിനർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്തെഫാനോസ് പറഞ്ഞ വാക്യ, കർത്താവേ ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു സ്തെഫാനോസ് അല്ലേ. എന്തുകൊണ്ട്? സ്തെഫാനോസ് മനസ്സിലായി, അദ്ദേഹത്തിന് മനസ്സിലായി ഇവരല്ല ഇത് ചെയ്യുന്നത്. പിന്നെ ആരാ ചെയ്യുന്നത്? ഇവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പൈശാചിക ലോകം അവരുടെ പുറകിലുണ്ട്. ഓക്കെ, മുന്നോട്ട് കടന്നു പോകാം. ഞാൻ ബാക്കിയുള്ളത് പിക്ചറുകളൊക്കെ വരുമ്പോൾ കാണാം. എങ്ങനെയാണ് ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചത് അല്ലേ? നമുക്ക് അവരോട് ക്ഷമിക്കണമെങ്കിൽ, നമുക്ക് അവരോട് ക്ഷമിച്ച് നമ്മൾ അവരെ തള്ളിക്കളയണമെങ്കിൽ, ക്ഷമിച്ച് അവരെ മാറ്റി വെക്കണമെങ്കിൽ ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ ഇല്ലേ? ഇല്ലെങ്കിൽ PhD എടുക്കണം നമുക്ക്. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആര് പോയാലും ഇങ്ങനെ കാട്ടാൻ കാണിക്കും. ഞാനും കാണിക്കാറുണ്ട്, എന്നോടൊന്നും തോന്നിക്കരുത്. അത് PhD എടുത്തിട്ടില്ല, ഒറിജിനല്ല. നമ്മൾ ആൾക്കാരെ വേണം ഇങ്ങനെ കാണിക്കില്ല. എല്ലാവരോടും കാണുമ്പോൾ കണ്ടല്ലോ നിങ്ങൾ, ഇങ്ങനെ വലിയ ഭവ്യതയായിട്ട് ആരെ കണ്ടാലും വലിയ ഭവ്യതയായിട്ട് കാണിക്കും. അത് PhD എടുത്ത ആൾക്കാരാ. നമുക്ക് ഒരു മനുഷ്യനെ സ്നേഹിക്കാനും കഴിയില്ല, ക്ഷമിക്കാനും കഴിയില്ല, ആണല്ലോ. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം പറയാം അല്ലേ, ഞാൻ ഉൾപ്പെടെ കാര്യം. അതുകൊണ്ട് നമ്മളിവിടെ വന്നത്. എനിക്ക് വരത്തിന് ആവശ്യമില്ല. നമ്മളെ കൊണ്ട് ക്ഷമിക്കുവാനോ നമ്മളെ കൊണ്ട് മറ്റുള്ളവരോട് അവരെ സ്നേഹിക്കുവാനോ കഴിയത്തില്ല. നമുക്കറിയാം, നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നതും ഞാനും പറയുന്നത് എനിക്ക് പഠിക്കാൻ വേണ്ടി തന്നെയാണ് അല്ലേ.
അതിന് നമുക്കൊരു വാക്യം വായിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എഫേസ്യർ 4:32 വാക്യം. നിങ്ങൾ തമ്മിൽ വായിച്ചോ. ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾ തമ്മിൽ ദയവും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരെയും ക്ഷമിച്ചു കൊടുക്കുവാനോ ആരെയും സ്നേഹിക്കുവാനോ ദുഷ്ടന്മാരെ സ്നേഹിക്കുവാനോ കഴിയത്തില്ല. ഇല്ലേ? അല്ലേ? നമ്മൾ തലയെ കിളക്കി നമ്മൾ കൈയൊക്കെ ചുരുട്ടി വരുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലേ? പാത്രങ്ങളൊക്കെ ഇങ്ങനെ എറിയുമ്പോൾ നമുക്ക് നോക്കി ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, എന്തുമാകട്ടെ, എങ്ങനെയാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നത്? നമുക്കൊരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ എന്താ പറയുക നമ്മുടെ ലോകത്തിൻ്റെ ജ്ഞാനം കൊണ്ടോ ലോകത്തിൻ്റെ PhD എടുത്തുകൊണ്ടോ നമുക്ക് കഴിയത്തില്ല. ഇവിടെ പറയുന്നു, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമി. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം. ഒന്നൊരു വാക്യം ആവർത്തിക്കാം. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുവിൻ. അല്ലാതെ നമുക്ക് ഒരു മനുഷ്യരോട് ക്ഷമിക്കാൻ കഴിയത്തില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, മക്കളോട്, അമ്മയോട്, അല്ലേ, കുഞ്ഞമ്മയോട്, ചത്തുപോയ വല്യമ്മച്ചോട് പോലും ക്ഷമിക്കാൻ പറ്റത്തില്ല. ചത്തുപോയിട്ട് വർഷം കുറയായി, ഇപ്പോഴും ഓർക്കുമ്പോൾ കണ്ണീന്ന്. കാരണം അറിയാമോ? എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ഒരു മർമ്മം നമുക്ക് വെളിപ്പെടണം. എന്താ മർമ്മം? ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ദൈവം എങ്ങനെയാണ് നമ്മോട് ക്ഷമിച്ചത്? ക്രിസ്തുവിൽ. ഈ ഒരു വെളിപ്പാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു വെളിപ്പാട് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വന്നാൽ എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയും. ഈ റോമർ 5:8 പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ, ഇവിടെ പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഈ ദൈവവും മനുഷ്യനുമായുള്ള പ്രശ്നമുണ്ടായിരുന്നു. ആണല്ലോ? ദൈവം മനുഷ്യനുമായൊരു പ്രശ്നം ഉണ്ടായിരുന്നോ? യെസ്. ഉൽപ്പത്തി 2:17 ദൈവം മനുഷ്യനോട് കൽപ്പിച്ച കൽപ്പന ലംഘിച്ച് ദൈവത്തെ വിട്ട്, അല്ലെങ്കിൽ മനുഷ്യനെ ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ആരാ പ്രശ്നക്കാരൻ? ഇപ്പൊ അവിടെ മനുഷ്യൻ തന്നെ ഇറങ്ങിപ്പോന്നല്ലേ. ദൈവം പുറത്താക്കിയെങ്കിലും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് മനുഷ്യനാ പുറത്തായി പോയത്. സംശയമില്ലല്ലോ നിങ്ങൾക്ക്? ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ദൈവമാണ് പുറത്താക്കിയത്, ശരി തന്നെയാ, മാറ്റമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ശ്രദ്ധിച്ചേ, ദൈവത്തോട് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ വിട്ട് മനുഷ്യൻ പോയി. ആണല്ലോ? ഇനി ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവത്തെ വിട്ട് മനുഷ്യൻ പോയെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത്? കാൽവരി ക്രൂശിൽ പറഞ്ഞേ, ദൈവം നമുക്ക് വേണ്ടി നിരപ്പാകാൻ ഇറങ്ങി വരികയായിരുന്നു. ആണോ? നിങ്ങൾക്ക് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ഞാൻ പുറത്തുപോയി, ശരിയാണല്ലോ? ഇനി ഞാൻ ദൈവമേ എന്ന് വിളിച്ചിട്ടല്ല അങ്ങോട്ട് പോയത്, അവൻ എന്നെ പുത്രനെ ഇറക്കി വിട്ടത്. ആണോ? അങ്ങനെയാണോ? ഒരിക്കലും നാം പോയിട്ടല്ല, ദൈവമേ ശരിയാ, എൻ്റെ വല്യപ്പച്ചൻ ഏന്തോട്ടത്തിൽ നിന്നോട് അനുസരണക്കേട് കാണിച്ചു, ഞങ്ങൾ പാപിയായി, ഇതാ ഞങ്ങൾ മടങ്ങി വരുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരുത്തൻ പോലും പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ദൈവം ക്രിസ്തുവിൽ നമ്മോട് എങ്ങനെയാണ് ക്ഷമിച്ചത്? മനുഷ്യനും ദൈവമായി പ്രശ്നം ഉണ്ടായപ്പോൾ, മനുഷ്യനാണ് പ്രശ്നക്കാരനായിരുന്നപ്പോൾ, ഇല്ലേ, ദൈവം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് ആ പ്രശ്നത്തിന് പരിഹാരം ചെയ്തതുപോലെ നാം ആ മർമ്മം നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം വെളിപ്പാടാകുന്നുവെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയും. പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? ഈ ഒരു വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പാടായാൽ, എന്താ വെളിപ്പാട്? എഫേസ്യർ 4:32 എന്താ? നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി തരണം. അവിടെ നിൽക്കട്ടെ. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. വേറെ ഒരു മാർഗവും ഇല്ല. ഞാനൊരു കാര്യം പറയാം, തമ്മിൽ ക്ഷമിക്കുവാൻ എന്താ പറയുക, ഒരുപാട് ക്ലാസ്സുകൾ ലോകത്ത് ഇഷ്ടം പോലെയുണ്ട്. ഒരുപാട് ഡെലിവറൻസ് ക്ലാസ്സുകളുണ്ട്. പിന്നെ എന്തൊക്കെയാ, അല്ലേ, ഫയർ കോൺഫറൻസും പവർ കോൺഫറൻസും, ഒരുപാട് ധ്യാനങ്ങളൊക്കെ ഇഷ്ടം പോലെയുണ്ട്.
ഒരുപക്ഷെ നമുക്ക് അവിടെ PhD കിട്ടും. അവിടെ ഇന്നത് പഠിക്കണം, വചനം 6:63 ഇങ്ങനെ പറയുന്നു, മത്തായി 2:42 ഇങ്ങനെ പറയുന്നു. വചനമൊക്കെ പറയാം അല്ലേ, എല്ലാ PhD ഒക്കെ എടുത്ത് നമുക്ക് നോട്ട് വീട്ടിൽ വെക്കാം ജ്ഞാനം പ്രാപിച്ചുകൊണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് ആരോടും ക്ഷമിക്കുവാനുള്ള ഒരു കരുത്തിൽ തരാൻ കഴിയത്തില്ല. കാരണം അത് മാനുഷിക ന്യായമാണ്. ഒരു മനുഷ്യന്റെ ജ്ഞാനത്തിനും ദൈവകൽപ്പന അനുസരിക്കാൻ കഴിയത്തില്ല. ആണോ? പറ നിങ്ങൾ. ഇതോരം അനുസരിച്ചതാ, നമ്മൾ എന്തോരം അനുസരിച്ചതാ. വല്ല നടന്നു. സ്വന്തം ഭർത്താവിനോട് പോലും നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല, ഭാര്യയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല, സ്വന്തം പെറ്റ എന്താ പറയുക കുഞ്ഞുങ്ങളോട് പെറ്റ തള്ളയോട് പോലും ക്ഷമിക്കുവാൻ കഴിയാത്തതിന്റെ അർത്ഥം എന്താ? ഇവിടെ പറയുന്നു, നമുക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുന്ന എല്ലാവരും പ്രസംഗിക്കുന്നില്ലേ? എല്ലാവരും എത്രയോ ആൾക്കാർ സ്റ്റേജിൽ എത്രയോ പ്രസംഗിച്ചതാ, നിങ്ങൾ ക്ഷമിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ പൊറുക്കുന്ന എന്നൊക്കെ പറ തലയെ ആട്ടിയിട്ട് പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇല്ലെന്ന് പറയല്ലേ, കുരിശ് വരച്ചുകൊണ്ട്. അതല്ലേ പറ്റില്ല നമ്മളെ കൊണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങൾ മർമ്മം തിരിച്ചറിയും. നമ്മളെ കൊണ്ട് ആരോടും ക്ഷമിക്കാൻ കഴിയത്തില്ല. നമ്മളെ കൊണ്ട് ഒരു മനുഷ്യനും ആരോടും ക്ഷമിക്കാൻ കഴിയത്തില്ല. കാരണം ഈ മർമ്മം അകത്ത് കയറിയാൽ. ഏത് മർമ്മമാ? ദൈവം എങ്ങനെ നമ്മോട് ക്രിസ്തുവിൽ ക്ഷമിച്ചു എന്നതിൻ്റെ വെളിപ്പാട് എൻ്റെ ഹൃദയത്തിൽ വെളിപ്പാടായാൽ എൻ്റെ മുമ്പിൽ എല്ലാവരോടും ക്ഷമിക്കുവാൻ എനിക്ക് കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ള ജീവനും ആത്മാവിനെയും ഞാൻ പ്രാപിച്ചു കഴിഞ്ഞു. എൻ്റെ കഴിവല്ല, ഞാൻ PhD എടുത്തല്ല, BTH അല്ലേ, BTH MTH ഡോക്ടറേറ്റും MBA ലോകത്തിലാണെന്ന് പറയും. ഇതിപ്പോൾ ബൈബിൾ കോളേജിൽ കാര്യം പറഞ്ഞത് അല്ലേ, BTH ബൈബിൾ കോളേജിലാണ് അല്ലേ, MTH ഡോക്ടറേറ്റും പിന്നെ എന്തൊക്കെയാ, അടിച്ചു പേർക്ക് കുണിച്ചാലും പിന്നെ നമുക്ക് അഭ്യാസം കാണിക്കാം. ഇളിച്ചു പിടിച്ചുകൊണ്ട് എല്ലാവരോടൊക്കെ നമുക്ക് അഭ്യാസം കാണിക്കാം. പക്ഷേ യഥാർത്ഥമായ ക്ഷമിക്കുവാൻ കഴിയത്തില്ല നമുക്ക്. ഈ ഒരു വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറണം. എന്താ വെളിപ്പാട്? ദൈവം ക്രിസ്തുവിൽ എന്നോട് ക്ഷമിച്ചു. ഞാനായിരുന്നു പ്രശ്നക്കാരൻ, ഞാനായിരുന്നു ദൈവത്തിൽ നിന്ന് അകന്നുപോയവൻ. എന്നാൽ ദൈവം എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് അവൻ എനിക്ക് വേണ്ടി ക്ഷമിച്ചു, എന്നോട് ക്ഷമിച്ചു. മനസ്സിലായോ? ഈ ഒരു വെളിപ്പാട് എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് കയറുന്നുവെങ്കിൽ ഇതേ മാർഗമാണ് ഞാൻ മറ്റുള്ളവരോട് ചെയ്യേണ്ടത്. ഇതിവിടെ നിരട്ടെ, ഞാൻ സമയം പോകുന്നു. ഓക്കെ, വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ക്ലാസ് ബാക്കി വരുമ്പോൾ മനസ്സിലായിക്കോളും നിങ്ങൾക്ക് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന്. ദൈവം ഇങ്ങനെയൊക്കെ നമ്മോട് ക്ഷമിച്ചിട്ടും നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ എന്തായിരിക്കും പരിണത ഫലമെന്ന് അനുഭവത്തിൽ നമുക്കറിയാം. വചനത്തിൽ കൂടി ഞാൻ തെളിയിച്ചിരുന്നു നിങ്ങൾക്ക്. അനുഭവത്തിൽ നമുക്കെല്ലാവർക്കും ബന്ധിക്കപ്പെട്ടും രോഗിയായി കിടക്കുക പലപ്പോഴും അല്ലേ, ബന്ധിക്കപ്പെട്ടും ആത്മാവിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നും കൊടുക്കാൻ കഴിയാതെ ഇരിക്കുന്നുണ്ട് നമ്മൾ അനേകരും. എല്ലാവരും അല്ല, പലരും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇതാ മർമ്മം. ക്രിസ്തു ദൈവം നമ്മോട് ക്ഷമിച്ചത് ഞാൻ പോയിട്ട് പറഞ്ഞിട്ടല്ല അല്ലേ. ഇവിടെ പാപം ചെയ്ത ഞാൻ പോയിട്ട് പറഞ്ഞ് ദൈവമേ, എക്സാമ്പിൾ പോയിട്ട് പറയാ ബ്രദറെ എന്നോട് ക്ഷമിക്കും, ബ്രദറെ ഞാൻ ഇന്നത് അറിയാതെ ചെയ്തു പോയ ബ്രദറെ എന്നോട് ക്ഷമിക്കും പറയുന്ന പറഞ്ഞിട്ടും എന്നിട്ടും ക്ഷമിക്കാൻ പറ്റില്ല എനിക്കെന്നാ പറയുന്നത്. അങ്ങോട്ട് ചെന്നിട്ട് പോലും ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ക്രിസ്തുവായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇത് ക്രിസ്തു എൻ്റെ അരികിലേക്കാ വന്നത്. ഞാൻ പ്രശ്നക്കാരായി, ഞാൻ വേർപെട്ടു പോയി, ഞാൻ ദൈവത്തെ വിട്ടുപോയിട്ട് എൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പോലും എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ബാക്കി ഞാൻ പറഞ്ഞോളാം, ബാക്കി താഴേക്ക് വരുമ്പോൾ ബാക്കി ഞാൻ പറഞ്ഞോളാം. നമുക്ക് വരാൻ പോകുന്ന പരിണത ഫലങ്ങൾ. നമ്മുടെയൊക്കെ വിചാരം കർത്താവ് കരച്ചാൽ കൂടെ കരയും, ചിരിച്ചാൽ കൂടെ ചിരിക്കും അല്ലേ. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചെയ്തോളും. ഒന്നും നടക്കും, ചുമ്മാ വെറുതെ നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ സത്യം ഞാൻ നിനക്ക് തെളിച്ചു തരാം, സത്യം തെളിച്ചു തരാം ഇതിനെക്കുറിച്ച്. ഇത്രയും മനസ്സായോ? അതുകൊണ്ട് റോമ 8 പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി, നമ്മൾക്കും വേണ്ടി അവൻ ഇറങ്ങി വന്ന് നമ്മോട് അവന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഇതായിരിക്കണം ദൈവകുഞ്ഞുങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള നമ്മുടെ ഫോഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പാസ്റ്റർ അല്ലേ, ഞാൻ മറ്റുള്ളവരോട് ചിരിച്ചു കാണിച്ചില്ലെങ്കിൽ അവർ എന്നോട് എന്ത് തോന്നും? അതുകൊണ്ട് പാസ്റ്റർമാർ ആരെ കണ്ടാലും ഈ കാട്ടായും ഇളിച്ചു കാണിക്കുന്ന സ്വഭാവമുണ്ട്. മിണ്ടുന്നില്ല നിങ്ങൾ, കട്ടികൂട്ടി തന്നെ പറഞ്ഞതാ. ഞങ്ങളുടെ ഇവിടെ ഒരുപാട് ആൾക്കാരെ കണ്ടതുകൊണ്ട് പറയുക. അങ്ങനെയല്ല. യഥാർത്ഥമായ സ്നേഹം, യഥാർത്ഥമായ ക്ഷമിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാ കഴിയുന്നത്? ദൈവം ക്രിസ്തുവിൽ എന്നോട് ചെയ്ത് എങ്ങനെയാ? ഞാൻ പാപികളായിരിക്കുമ്പോൾ അവൻ എൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് എന്നോട് ക്ഷമിച്ചതാ. ഇത് തന്നെ ആയിരിക്കണം എനിക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള ഫോഴ്സ്, ശക്തി. ആണോ?
അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റുള്ളവർ എങ്ങനെയായിരിക്കണം? നാം പോയി അവരോട് ക്ഷമിച്ച്, അല്ലേ? ആ ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു മാതൃക, ഈ ഒരു മാർഗം നാം പിന്തുടരുന്നില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് ആരോടും ക്ഷമിക്കാൻ കഴിയത്തില്ല. അത് മരണം വരെ. എനിക്കറിയാം, ഞാൻ ഈ ഐസ്വലിയൊക്കെ പോകുമ്പോൾ നമുക്ക് പലരെയും കാണുമ്പോൾ, ഞാൻ പോയതല്ല ഐസ്വലി, ഐസ്വലി ആൾക്കാർ പോകുമ്പോൾ, പോയി പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പോൾ കാണുന്നുണ്ട്, വയസ്സായ 10-80 വയസ്സുള്ള പടുവൃദ്ധനൊക്കെ കിടക്കുന്നത്, വിശ്വാസികളാ. പക്ഷേ പറയുന്നറിയുമോ, ഞാൻ അവളെ കെട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അന്ന് അത് അറിഞ്ഞത് ഞാൻ അവളെ കെട്ടില്ലായിരുന്നു. വർഷം 20, 50, 60 വർഷം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് മക്കളുടെ മക്കളും കുഞ്ഞുമക്കളും അവരും കെട്ടി മക്കളായി. എന്നിട്ടും പറയാ, പണ്ട് ഞാൻ അറിഞ്ഞത് ഞാൻ കെട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ എവിടെയൊക്കെയോ അകത്തെന്തുണ്ട്? ക്ഷമിക്കാൻ കഴിയാത്തത്. പെന്തക്കോസുകാരാ, പക്ഷെ എവിടെയാ കിടക്കുന്നത്? ഐസിയുവിൽ സിസ്റ്റർമാരെ ചീത്ത വിളിച്ച് കിടക്കുകയാണ്. അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ ജീവിതത്തിൽ നാം അവലംബിക്കേണ്ട ഏറ്റവും വലിയൊരു വചനമാണ്. ദൈവം ക്രിസ്തു നമ്മളെ എങ്ങനെ ക്ഷമിച്ചു. ഈ വെളിപ്പാട് എൻ്റെ അകത്ത് വന്നാലുണ്ടല്ലോ, എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയും. ക്ലിയർ ആണല്ലോ? പാസ്റ്റർമാർ ഇടക്കിടക്ക് ചാട്ടവാറ എടുക്കേണ്ടി വരും. എല്ലാവരും ക്ഷമിക്കുന്നുണ്ട്. ദൈവദാസന്മാർക്ക് എന്തുകൊണ്ടുണ്ട്? യേശുക്കാരുടെ ചാട്ടവാറ എടുത്ത് ഇല്ലേ, ആലയത്തിൽ ബിസിനസ് നടത്തിയവനെയും പിന്നെ പ്രാവിനെ വിറ്റ് ചില്ലറ മണി എക്സ്ചേഞ്ച് നടത്തിയവനൊക്കെ ചിലപ്പോൾ ചാട്ടവാറ അടിക്കേണ്ടി വരും നമ്മളൊക്കെ. അത് ദൈവദാസന്മാരുടെ ഉത്തരവാദിത്തമാണ്. ക്ഷമിക്കുകയും ബാക്കിയുള്ള നിങ്ങൾക്ക് വരുന്ന ക്ലാസ് വരുന്നെങ്കിൽ മനസ്സിലായിക്കോളതല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? കൊലോസ്യർ 3:13 പറയുന്നു, അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. ഉത്തരവാദിത്തം നമുക്ക് രണ്ടുപേർക്കും ഉണ്ട്. പക്ഷേ ക്രിസ്തുവിന്റെ മാർഗമാണ് ഏറ്റവും നല്ല മാർഗം. എന്താത്? നാം പോയി, അവൻ എന്നോട് ചെയ്താലും ഞാൻ പോയി ക്ഷമിക്കുന്ന മാർഗം. നമുക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹവും, ഇപ്പൊ ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ അവന്റെ സ്നേഹത്തെ നമ്മെ പ്രദർശിപ്പിച്ചിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് ക്ഷമയും സ്നേഹം തമ്മിൽ ഒരുമിച്ച് പോകുകയാണ്. ഇവിടെ കാണാൻ കഴിയും, ക്ഷമയും സ്നേഹിക്കുന്നതും ഒരുമിച്ചാണ് പോകുന്നത്, അല്ലേ? ആദ്യം പോയി സഹോദരനെ ക്ഷമിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, അല്ലേ? നമുക്ക് ക്ഷമിക്കാത്തിടത്തോളം കാലം ഒരുവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. പറ്റുമോ? പറ്റില്ല. ഇപ്പൊ എനിക്ക് നിങ്ങളോട് ക്ഷമിച്ച് അത് ഉപേക്ഷിച്ചാൽ മാത്രമേ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ആണെന്നേ. പരിശോധിച്ചോ? വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് പരിശോധിക്കേ, അല്ലേ? ഹോംവർക്കൊക്കെ എടുത്തിട്ട്, അല്ലേ, ഭാര്യയുടെ കെട്ടിക്കെ പിടിച്ച് മുഖത്തൊക്കെ നോക്ക്. കുറച്ച് എത്ര നേരം നോക്കുമെന്നറിയല്ലേ? കുറച്ച് 1 മിനിറ്റൊക്കെ നോക്കും. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ അകത്തുനിന്ന് പൊങ്ങി വരും, പണ്ടങ്ങനെയാണല്ലേ? അതുപോലെ നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതുവരെ അവസാന തുള്ളി വരെ വേരോടെ പറിച്ച് കളഞ്ഞിട്ട് നിർമ്മല മനസ്സോടെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പഠിക്കുക. ദൈവം നിങ്ങളുടെ കരങ്ങളിലൂടെ അത്ഭുതം അടയാളം ചെയ്തിരിക്കും. നിങ്ങൾ വിശ്വാസിയായി മാത്രം ജീവിച്ച് നമ്മുടെ അന്ത്യം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് പോലും പ്രവചിക്കാൻ കഴിയത്തില്ല. വചനത്തിൽ നിന്നൊക്കെ പറയാൻ കഴിയും, ഒരു ദൈവദാസ നിലയിൽ എനിക്ക് അന്ത്യം വരെ പറയാൻ കഴിയും. പക്ഷേ അതുപോലും പറയാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട് നമുക്ക്. മനസ്സിലായോ? യോഹന്നാൻ 4:20-21 വാക്യം പറയുന്നു, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ സഹോദരനെ സ്നേഹിക്കുവാനുള്ള പ്രേരണ, അവൻ എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് ഞാൻ അവൻ്റെ വീട്ടിൽ പോകുന്നു, അല്ലേ? ഞാൻ ചർച്ചിൽ വരുമ്പോൾ അവൻ എന്നോട് കൂടി തന്നെ ഇരിക്കത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ അവനോട് മിണ്ടുന്നു. ഞാൻ കഞ്ഞി കുടിക്കാതിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ തന്നെ ഇരുന്ന് അവനെ കഞ്ഞി കുടിക്കുക, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഇത് ജാതികളും ചെയ്യുന്നു, അല്ലേ? ചർച്ചിൽ പോയാൽ ആ മൂലക്ക് കുറച്ച് കൂട്ടര്, നടുക്ക് കുറച്ച് കൂട്ടര്, അല്ലേ? അടുക്കളയിൽ വേറെ ചില കൂട്ടര്, താഴെയാണെങ്കിൽ ഇവിടെ ഇത്തിരി കൂട്ടര്. എന്തുകൊണ്ടാണ് അറിയാമോ? അത് നമ്മുടെ കൂടെ, എൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം അവരെ കൂടെ നിന്നാൽ എനിക്ക് അവരെ സ്നേഹമാണ്. എൻ്റെ എന്ത് തെമ്മാടിത്തരങ്ങളും എൻ്റെ എല്ലാത്തിനും കൂട്ടു നിൽക്കുകയാണെങ്കിൽ എനിക്ക് അവരെ സ്നേഹമായിരിക്കും. പക്ഷേ നിങ്ങളെ എതിർക്കുന്നവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെയാണ് ചോദ്യം. അവിടെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പറ്റില്ല.
പറ്റണമെങ്കിൽ ആദ്യം ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നല്ലേ, ക്രിസ്തുവിൽ ദൈവം എങ്ങനെ നമ്മെ സ്നേഹിച്ചുവെന്ന് നാം മനസ്സിലാക്കിയാൽ മാത്രമേ, ആ വെളിപ്പാട് എൻ്റെ അകത്ത് വന്നാൽ മാത്രമേ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ നിയന്ത്രിക്കുന്ന ഫോഴ്സില്ലേ, അത് ഏതെങ്കിലും പഠിച്ച സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല, വചനത്തിലെ ശക്തിയും ആത്മാവുമായിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ നയിക്കുന്ന ഫോഴ്സില്ലേ, നമ്മൾ വിശ്വാസികളാ. എന്നെ നയിക്കേണ്ടത് എവിടെയെങ്കിലും BTH MTH പഠിച്ചതല്ല, എന്നെ നയിക്കുന്ന വചനത്തിന്റെ വെളിപ്പാടായിരിക്കണം. ആയിരിക്കും ഫോഴ്സ് എന്നെ നിങ്ങളെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നതും നിങ്ങളോട് ക്ഷമിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതൊക്കെ എൻ്റെ ഫോഴ്സ് ക്രിസ്തുവിൽ ദൈവം ചെയ്തതായിരിക്കണം. അല്ലാത്തതൊന്നിനും ജീവനില്ല. ഒരു 10 ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു ദിവസം എൻ്റെ ഒരു വാക്കിന് അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ തിരിച്ചു പറഞ്ഞാൽ പിന്നെ വീട്ട് കീറി. പണ്ടൊക്കെ ഒരു കോലെടുത്തിട്ട് ഇങ്ങനെ ഒടിച്ചിട്ട് പറയും, എന്താ ഇനി കൂട്ട് ഞാൻ വെട്ടി, ഇങ്ങനെ അടിച്ചത് കൂട്ട് ഞാൻ വെട്ടി അല്ലേ, വിട്ട് ഒടിച്ച് പേപ്പർ കീറി. ആണെന്നറിയാമോ, നമ്മൾ ഇതുവരെ ചെയ്ത സ്നേഹം മുഴുവനും കാപട്യമായിരുന്നു. നമ്മൾ എല്ലാവരോടും ക്ഷമിച്ചു എന്ന് പറഞ്ഞു, കാപട്യമായിരുന്നു. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹമല്ല, ദൈവം ക്രിസ്തുവിൽ സ്നേഹിച്ച സ്നേഹമല്ല നമ്മുടെ അകത്ത്. നമ്മുടെ ഫോഴ്സ്, അവനെ സ്നേഹിക്കാനുള്ള ഫോഴ്സ് എൻ്റെ സ്വയത്തിൻ്റെതായിരുന്നു, എൻ്റെ ദേഹിയിൽ നിന്നായിരുന്നു. എൻ്റെ ദേഹിയെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി അവനിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ സ്നേഹം അസ്തമിച്ചു പോയെങ്കിൽ ആ സ്നേഹം എൻ്റെ സ്വയത്തിൻ്റെ സ്നേഹമാ. ആ സ്നേഹം ക്രിസ്തുവിൽ ഒന്നുമല്ല, നരകം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഫോഴ്സ് വചനത്തിൻ്റെ വെളിപ്പാടായിരിക്കണം. ദൈവം ക്രിസ്തുവിൽ എന്നെ സ്നേഹിച്ചത് ഞാൻ ഓർക്കുമ്പോൾ അതായിരിക്കണം എന്നെ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുള്ള ഫോഴ്സ്. അതാണ് യഥാർത്ഥമായ ക്രിസ്തു ജീവിതം. അതൊക്കെ മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞു വന്നത്? ഗ്രഹിച്ചോ ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പോൾ അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ എടുത്തതൊന്നും മുന്നോട്ട് പോയിട്ടില്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുകയും തൻ്റെ സഹോദരനെ പകക്കുകയും ചെയ്യുന്നവൻ, ഞാൻ പറഞ്ഞിട്ടില്ല. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ. ഓക്കെ, മനസ്സിലായോ അല്ലേ? എന്നിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ നിന്ന് ലഭിച്ചിരിക്കുന്നു അല്ലേ? ഒരു സംഘടന ഉണ്ടാക്കിയതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിക്കണമെന്നീ കൽപ്പന നമുക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാ, അല്ലാതെ മനുഷ്യനുണ്ടാക്കിയതല്ല. ഏതെങ്കിലും ബൈബിൾ കോളേജിലെ സിലബസ് അല്ലത്. ദൈവം സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റ് ഇറക്കി വിട്ടതാണ്. ആണോ? ഞാൻ ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകക്കുകയും ചെയ്യുന്നവൻ ഞാൻ പറയാം കള്ളനാകുന്നു. സഹോദരങ്ങളെ, ഞാൻ ഇവിടെ ഇരിക്കുന്ന 19 പേര് കാണും, 60 പേര് കാണും. നമ്മളിപ്പോൾ എല്ലാവരോടും ഞാൻ ചോദിച്ചാൽ ദൈവത്തെ സ്നേഹിക്കുന്നു ചോദിച്ചാൽ നിങ്ങൾ പറയും, എൻ്റെ പൊന്നോ ഇത് ചങ്ക് പൊളിച്ചതാന്നൊക്കെ പറയും നമ്മൾ അല്ലേ? ഇതിനകത്ത് ക്രിസ്തു മാത്രമുള്ളതെന്നൊക്കെ പറയും. എല്ലാവരോടും ചോദിച്ചാലും എന്താ പറയും? ക്രിസ്തുവിനങ്ങാട് പിന്നങ്ങോട്ട് ഒലിക്കും നമുക്ക് അത് പറയുമ്പോൾ. പക്ഷേ സഹോദരൻ ഇപ്പം അതിലൂടെ മുമ്പേ പോയാണ്ടല്ലോ, നമ്മുടെ പോണ പോക്കണമെന്ന് പറയും നമ്മൾ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കുറച്ചു മുമ്പ് പറഞ്ഞത് സഹോദരനെ ഭയങ്കര ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ സഹോദരൻ പോകുമ്പോൾ എന്തു പറയട്ടെ? അപ്പോൾ ഇവിടെ പറയുന്നു, താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ നമ്മൾ എത്ര മാത്രം നുണ പറഞ്ഞിട്ടുണ്ടായിരിക്കും? അയ്യോ, നുണ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ നുണേ പറഞ്ഞിട്ടുള്ളതല്ലേ? ന്യൂ ലൈഫുകാർ ശരിയാകണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ന്യൂ ലൈഫുകാർ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കണം, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിക്കണം. ഭാര്യ ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിക്കുന്നവരെ ഭാര്യയെ നോക്കണം അല്ലേ? അത് വരാം, അത് പിന്നീട് ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ, കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓർത്താൽ മതി, ഞാൻ ഇന്നും കർത്താവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. സത്യം മനസ്സിലായോ? സഹോദരനെ സ്നേഹിക്കാൻ, സഹോദരൻ ഭർത്താവാകാം, സഹോദരൻ ഭർത്താവാകാം അല്ലേ? ഭാര്യയുമാകാം, മക്കളുമാകാം, അമ്മയും നാത്തൂനുമാകാം സഹോദരങ്ങൾ അല്ലേ? നാത്തൂനോട് അമ്മായിയമ്മയോട് അങ്ങനെ അകൽച്ചൊന്നുണ്ടോ? ഇല്ല, എനിക്കില്ല അല്ലേ? അങ്ങനെ അല്ലേ? എല്ലാവരും സഹോദരന്മാരാ. അതുകൊണ്ട് ഇന്ത്യയിൽ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കൈനീട്ടി പറയൂലേ, എല്ലാ ഇന്ത്യക്കാരും എന്തുമാകട്ടെ
ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ ഒരുത്തൻ പോലും ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഇന്ന് മുതൽ ഞാൻ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കുക. എങ്ങനെ പരിശോധിക്കണം? എങ്ങനെയാ പരിശോധിക്കേണ്ടത്? എൻ്റെ മുമ്പിൽ കൂടി പോകുമ്പോൾ, ഞാൻ സംസാരിക്കുന്നതിന് എതിരായി എന്നോട് പറയുമ്പോൾ, അല്ലേ, എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ തന്നെ ഡെലിവറൻസ് പ്രാപിച്ചോളാം. കാരണം ഞാൻ തലയിൽ കൈവച്ച് ഇങ്ങനെ കലക്കി കുഴിച്ച് ഇളക്കി കാണിച്ചു വിട്ടാലും, എൻ്റെ തൊണ്ട പോയാലും, കൈയിരിപ്പ് മാറിയില്ലെങ്കിൽ രക്ഷയില്ല. ഞാൻ പറഞ്ഞർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കൈവച്ച് നല്ലോണം ഒരുപാട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട് മിനിസ്റ്റർ ചെയ്ത ആൾക്കാരാണ്. കൈവച്ച് പ്രാർത്ഥിച്ച് കുറെ കഴിയുമ്പോൾ നാളകത്ത് സ്വഭാവം പോകാതെ, സഹോദരനോട് കയ്പും ഭിന്നതയും പിണക്കവും പോകാതെ ജീവിച്ചാൽ ഈ തൊണ്ട കീറി പറയുന്ന മാത്രം ഉണ്ടാവുള്ളൂ. നമുക്കൊക്കെ വേസ്റ്റായി പോകും. ആണോ ഇല്ലയോ? ആണോ? ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിർത്താൻ പോവുകയാണ്. നമുക്ക് ഉച്ചക്കുള്ള നമ്മുടെ യഥാർത്ഥ പ്രയറിൻ്റെ സമയമായി. അപ്പോൾ താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. അപ്പോൾ നമ്മുടെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ അറിയാൻ പറ്റും. നമുക്ക് 1 മണിക്കൂറിൽ എല്ലാവർക്കും അറിയാൻ കഴിയും, അല്ലേ? ചോറിന് പോയി നിൽക്കുമ്പോൾ കോരുമ്പോൾ നമ്മുടെ പാത്രമല്ല, അവൻ്റെ പാത്രത്തിൽ വലിയ പീസാണെന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് ഇവിടെ മുതൽ ഇന്ന് മുതൽ പരിശോധിക്കുക, എന്നിട്ട് വൈകിട്ട് പ്രാർത്ഥിക്കും. നമ്മൾ എന്നിട്ടേ പ്രാർത്ഥിക്കത്തുള്ളൂ. കാരണം നമ്മളിപ്പോൾ കണ്ടിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. പ്രാക്ടീസിൽ നമുക്ക് മനസ്സിലാവേണ്ട നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ സഹോദരനോട് വെറുപ്പുണ്ടോ, ദേഷ്യമുണ്ടോ, പിണക്കമുണ്ടോ എന്ന് പ്രവൃത്തിയിൽ നിങ്ങൾ വെളിപ്പെട്ടിട്ട് പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാം എന്നല്ലേ? നമ്മുടെ എല്ലാ ഭൂതമൊക്കെ ഇളകി പുറത്ത് വരട്ടെ, അപ്പം എന്നിട്ട് പ്രാർത്ഥിക്കാം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ചുമ്മാ നമ്മുടെ തൊണ്ട പോകാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് വ്യക്തികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ ഒരാൾക്ക് ഒരാൾ പറയുന്നത് ഇഷ്ടമില്ലാതെ വരുമ്പോൾ അല്ലേ, തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാൻ കാരണം ഒരുത്തനും തമ്മിൽ പറയുന്ന വാക്കുകൾ തമ്മിൽ ഒട്ടും ചേരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പാപത്തെയും ആ വ്യക്തിയും തമ്മിൽ വേർതിരിക്കാൻ പഠിക്കണം. ഇതൊരു കുടുംബത്തിലെ പ്രശ്നമാണ്, അല്ലാതൊന്നുമില്ല. രണ്ടുപേരെ നിയന്ത്രിക്കുന്ന ഫോഴ്സ് ഉണ്ട്, അല്ലേ? രണ്ടുപേരെ നിയന്ത്രിക്കുന്ന ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് തിരിച്ചറിയുക. എല്ലാ ദിവസവും നല്ല വാക്കുകൾ സംസാരിക്കുന്ന, ചില സമയങ്ങളിൽ മാത്രം അന്യായ ഭാഷ സംസാരിക്കുന്ന. അപ്പോൾ ഓർത്താൽ മതി, ഇത് എവിടെ നിന്ന് വന്ന ഭാഷയാത്? ഇതുവരെ കാണാത്ത ഭാഷകൾ പൊങ്ങി വരില്ല നമുക്ക്. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, അല്ലേ, മക്കളോടൊക്കെ അറിയാത്ത ഭാഷ വരുമ്പോൾ അപ്പം നമ്മൾ ഓർക്കണം, ഇത് വേറൊരു ഫോഴ്സിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആണല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് അതേക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം. നമുക്ക്